നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഇതുവരെ വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ നമ്മൾ വിശദമായി പരിശോധിക്കും. പ്രൈം ടൈം ആരംഭിക്കുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത, തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷ എന്നതാണ്. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും ഉൾപ്പെടെ തെളിഞ്ഞതായി തിരുവനന്തപുരം നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. ശിക്ഷാവിധിയോടെ ആന്റണി രാജുവിന് നിയമസഭാംഗത്വം നഷ്ടമാകും. 3 പതിറ്റാണ്ട് നീണ്ട കേസിൽ ഒന്നാം പ്രതി KS ജോസിനും 3 വർഷം തടവാണ് കോടതി വിധിച്ചിരിക്കുന്ന ശിക്ഷ. ആന്റണി രാജുവിനെതിരെ കോടതിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ലഹരിക്കേസിൽ വിദേശിയായ പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടിമുതൽ അട്ടിമറിച്ച കേസിലാണ് തിരുവനന്തപുരം MLA-യും മുൻ മന്ത്രിയുമായിരുന്ന ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവ്, തെളിവ് നശിപ്പിക്കലിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും, കള്ളത്തെളിവുണ്ടാക്കൽ വകുപ്പിന് 3 വർഷം തടവ് എന്നിങ്ങനെയാണ് നെടുമങ്ങാട് 1-ാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. കേസിലെ 2-ാം പ്രതിയാണ് ആന്റണി രാജു. 1-ാം പ്രതി KS ജോസിനും ഇതേ ശിക്ഷ വിധിച്ചു. കുറഞ്ഞ ശിക്ഷയല്ല, ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷയാണ് മാക്സിമം. അത് 3 രൂപയാണ് ഈ കോടതിക്കുള്ള ജൂറിസ്ഡിക്ഷൻ. അങ്ങനെ മാക്സിമം ശിക്ഷ തന്നെ കോടതി കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ചല്ലേ അനുഭവിച്ചത്. ശിക്ഷാവിധിക്ക് പിന്നാലെ അപ്പീൽ ആവശ്യം ചൂണ്ടിക്കാട്ടി പ്രതികൾ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പിന്നാലെ 2 ആൾ ജാമ്യത്തിൽ 2 പ്രതികൾക്കും നെടുമങ്ങാട് 1-ാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. തടവ് അനുഭവിക്കേണ്ടെങ്കിലും ശിക്ഷാവിധി ആന്റണി രാജുവിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. 1951-ലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആന്റണി രാജു MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനായി. കോടതി ഉത്തരവ് ലഭിച്ചാൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യനാക്കി വിജ്ഞാപനം പുറത്തിറക്കും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല. ശിക്ഷ പൂർത്തിയാക്കി ജയിലിൽ നിന്നിറങ്ങുന്ന ദിവസം മുതൽ 6 വർഷത്തേക്കാണ് അയോഗ്യത. 1990 ഏപ്രിൽ 4-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് 2 പാക്കറ്റ് ലഹരിമരുന്നുമായി എത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റിയതായിരുന്നു കേസിനാസ്പദമായ സംഭവം. സാൽവദോറിന്റെ അഭിഭാഷകയുടെ ജൂനിയറായിരുന്ന ആന്റണി രാജു കോടതിയിലെ ക്ലർക്കിന്റെ സഹായത്തോടെ തൊണ്ടി മുതലായ അടിവസ്ത്രം പുറത്തെത്തിച്ച് വെട്ടിത്തയ്ച്ച് ചെറുതാക്കി തിരികെ വെച്ചുവെന്നായിരുന്നു കേസ്. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ ശിക്ഷാവിധി എന്നുള്ളത് LDF-നെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇത് അവർക്കങ്ങനെ കനത്ത തിരിച്ചടിയായി മാറുന്നുമുണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പാർട്ടിക്കാകട്ടെ ഇപ്പോൾ മുഖം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി കഴിഞ്ഞു. കൊള്ളക്കാർക്ക് കുടപിടിക്കുന്ന സർക്കാരാണ് ഇതെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഒരാളാണ്. എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത്. അദ്ദേഹത്തെ 2.5 വർഷം മന്ത്രിയാക്കി കൊണ്ട് നടന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ്. ഈ എല്ലാ ഇന്റലിജൻസും എല്ലാം സംവിധാനം ഉള്ളതാണ് പോലീസിന്. എന്നിട്ട് ഇങ്ങനെ ഒരാളെ മന്ത്രിയാക്കി. കൊള്ളക്കാർക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരാണിത്. അതൊന്നുകൂടി തെളിയിച്ചിരിക്കുന്ന ഈ സംഭവത്തോടുകൂടി. ഈ കോടതി നടപടി LDF എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് ചോദ്യമാണ്. തുടർ നിയമ നടപടി എങ്ങനെ എന്നതെല്ലാം ആന്റണി രാജുവിന് നിർണായകവുമാണ്. ശിക്ഷാവിധി വന്ന ശേഷം പ്രതികരിക്കാൻ ആന്റണി രാജു തയ്യാറായിട്ടില്ല. ആന്റണി രാജു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ വിധി അതിനെ രാഷ്ട്രീയമായി എങ്ങനെ പ്രതിരോധിക്കും LDF എന്നുള്ള ചോദ്യമുണ്ട്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഉമേഷ് ഈ വിധിയുടെ? ഉന്മേഷ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി അത് LDF-ൽ തന്നെ ഒരു ആടിയുലഞ്ഞ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ മുഖമായ LDF-ന്റെ ആദ്യ 2.5 വർഷം മന്ത്രിയായ ആന്റണി രാജുവിനെ നിയമസഭാ അംഗത്വം തന്നെ ഇപ്പോൾ ഈ വിധിയോടുകൂടി ഇല്ലാതായിരിക്കുന്നത്. നിയമസഭാ അംഗത്വം പൂർണ്ണമായി ഇല്ലാതായി. ഇനി അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാൽ മാത്രം മതി. വിധി വന്നപ്പോൾ തന്നെ MLA അല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു MLA പോലും അല്ലാതായി മാറി.
ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ച് ആന്റണി രാജു LDF-ലായിരുന്നപ്പോൾ, പി ജെ ജോസഫ് വിഭാഗമായി LDF-ലായിരുന്നപ്പോഴും UDF-ന്റെ ഭാഗമായിരുന്നപ്പോഴും ഈ മേഖലയിൽ കനത്ത വേരോട്ടമുള്ള ആളാണ്. ഈ മേഖലയിൽ 2016-ലാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിച്ച് LDF-ന്റെ ഭാഗമാകാൻ ആന്റണി രാജു, ഫ്രാൻസിസ് ജോർജും ഡോക്ടർ KC ജോസഫും അടക്കമുള്ളവർ എത്തുന്നത്. അതിനുശേഷം ഫ്രാൻസിസ് ജോർജ് തിരികെ കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോയെങ്കിലും ഒരു ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ മുഖമായി ആന്റണി രാജു തന്നെ മുന്നിലുണ്ടായിരുന്നു. കഴിഞ്ഞ 2.5 വർഷം മന്ത്രിയായി തലസ്ഥാന നഗരത്തിൽ പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരുപക്ഷെ എല്ലാ LDF നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന്റെ നാട് എന്ന് പറയുന്നത് തിരുവനന്തപുരം പൂന്തുറ ഭാഗത്താണ്. പൂന്തുറ ഭാഗത്ത് അദ്ദേഹത്തിന് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആഴത്തിൽ വേരോട്ടമുള്ള ബന്ധമുണ്ട്, വ്യക്തിബന്ധമുണ്ട്. അതുതന്നെയായിരുന്നു ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF ആന്റണി രാജുവിനെ നിയോഗിക്കുമ്പോൾ മുന്നിൽ കണ്ട ലക്ഷ്യം. പക്ഷേ ഇപ്പോഴത്തെ വിധിയോടുകൂടി അദ്ദേഹത്തിന്റെ MLA സ്ഥാനം പോയത് കൂടാതെ 6 വർഷം മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. 6 വർഷം എന്ന് പറയുന്നത് ഈ തൊട്ടടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് എന്തായാലും മത്സരിക്കാൻ കഴിയില്ല. അതിനുശേഷം സ്വാഭാവികമായി വരുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. അതായത് അപ്പീലിൽ, ജില്ലാ കോടതിയിൽ നൽകുന്ന അപ്പീലിൽ അനുകൂലമായ ഒരു വിധി, അതായത് 3 വർഷം എന്നുള്ള ശിക്ഷാവിധി 2 വർഷത്തിൽ താഴെയായി കുറഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. നിലവിൽ അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. കാരണം ഇനി അപ്പീൽ സമർപ്പിച്ച് അത് കോടതി അത് വാദം കേട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണവും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ തൊട്ടടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 എന്തായാലും ആന്റണി രാജുവിന് ഈ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കാൻ കഴിയില്ല. ഒപ്പം ഈ കോടതി ശിക്ഷാവിധി ഫ്രീസ് ചെയ്യുകയോ ശിക്ഷാവിധി കുറയ്ക്കുകയോ ചെയ്തില്ല എങ്കിൽ അദ്ദേഹത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. ഇപ്പോൾ 71 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ് ആന്റണി രാജു. എന്തായാലും നിലവിൽ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ്. അതേസമയം LDF-നെ സംബന്ധിച്ചിടത്തോളം LDF ഇതിൽ മറുപടി പറയേണ്ടി വരും. കാരണം 2006-ലും 2011-ലും VS അച്യുതാനന്ദൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ നയിക്കുന്ന ഘട്ടത്തിൽ 2 തവണയും ആന്റണി രാജുവിന് സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടെടുത്ത ആളാണ്. 2010-ൽ പി ജെ ജോസഫ് വിഭാഗം കേരള കോൺഗ്രസിൽ ലയിച്ച ഘട്ടത്തിൽ കേരള കോൺഗ്രസിനൊപ്പം UDF-നൊപ്പമായിരുന്നു ആന്റണി രാജു. പക്ഷേ 2006-ൽ LDF-ൽ VS അച്യുതാനന്ദന്റെ കൃത്യമായ നിലപാടിനെ തുടർന്ന് 2006-ൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ആന്റണി രാജുവിനുണ്ടായിരുന്നു. സമാനമായ സാഹചര്യത്തിൽ LDF അതിനുശേഷം ഈ കേസ് തീരാതെ തന്നെ വീണ്ടും ആന്റണി രാജുവിന് മത്സരിക്കാനുള്ള സാഹചര്യം ഒരുക്കി. സുപ്രീം കോടതിയിൽ കേസ് അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം വന്നപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് സർക്കാരിന് വിമർശനമുണ്ടായ സാഹചര്യമുണ്ടായി. എന്തായാലും ഈ സാഹചര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് വിചാരണ നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയും ചെയ്തു. എന്തായാലും അക്കാര്യം പറഞ്ഞ ഒരുപക്ഷെ പ്രതിരോധം തീർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ആന്റണി രാജുവിന്റെ കേരള കോൺഗ്രസ് ജനാധിപത്യ വിഭാഗത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്നുള്ളത് അത് തുലാസിൽ തന്നെയാണ്. എപ്പോഴും ഉമേഷ്, ആ VS-ന്റെ കാലത്തുണ്ടായിരുന്ന ജാഗ്രത അത് പിന്നീട് എന്തുകൊണ്ടുണ്ടായില്ല എന്നത് ഒരു ചോദ്യമായി ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഇത് കൊള്ളക്കാർക്ക് കുടപിടിക്കുന്ന സർക്കാരാണ് എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയൊക്കെ അങ്ങനെ വായിച്ചെടുക്കേണ്ടതാണല്ലോ. ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് തനിക്ക് ഈ കേസിനെ കുറിച്ച് അറിയില്ല, താനിത് പഠിക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്നുള്ള വിനോദ് വിശ്വത്തിൻ്റെയൊക്കെ പ്രതികരണം പുറത്തു വരുന്നുണ്ട്. അതായത് LDF-ന് ഫലപ്രദമായൊരു പ്രതിരോധം തീർക്കാൻ കഴിയാത്ത ഒന്നായി ഈ കോടതി വിധി മാറുന്നുണ്ട് എന്നാണോ ഉമേഷ്? തീർച്ചയായും ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട്, അതായത് 2016-ൽ പി ജെ ജോസഫ് വിഭാഗം കൂടി UDF-നൊപ്പം പോയ ഘട്ടത്തിൽ 2016-ൽ LDF സർക്കാർ തിരിച്ചു വരുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച ഒരാൾ കൂടിയാണ് ആന്റണി രാജു. കാരണം കേരള കോൺഗ്രസ് എന്ന് പറയുന്ന വിഭാഗം പൂർണ്ണമായി LDF വിട്ടുപോയപ്പോൾ ഒരു പരിധിവരെയെങ്കിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കേരള കോൺഗ്രസിനെ LDF-ൽ അടയാളപ്പെടുത്തിയ ആളാണ് ആന്റണി രാജു. ആന്റണി രാജുവിനെ എല്ലാ നേതാക്കളുമായി, LDF-ലെ എല്ലാ നേതാക്കളുമായി അടുത്ത വ്യക്തിബന്ധമുണ്ട് എന്നുള്ളൊരു സാധ്യതയും കൊണ്ട് ആരെയും പിണക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വവും കൂടിയാണ് ആന്റണി രാജുവിൻ്റേത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ CPI നേതാക്കൾ അടക്കമുള്ളവർ പൂർണ്ണമായി തള്ളിപ്പറയാൻ കഴിയാത്ത നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി കൃത്യമായി നിലപാടെടുത്ത 2006-ലെ ഒരു ചരിത്രം മുന്നിലുണ്ട്. അതും VS അച്യുതാനന്ദൻ എന്ന CPM-ന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് താൻ നയിക്കുന്ന തൻ്റെ കൂടെ എന്തായാലും ആന്റണി രാജുവിന് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്നുള്ള ശക്തമായ നിലപാടെടുത്ത വ്യക്തിയായിരുന്നു VS-ന്റെ മാതൃക മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ 2011-ന് ശേഷം 2016-ൽ വന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സർക്കാരിൻ്റെ പിണറായി സർക്കാരിന് കളമൊരുക്കുന്നതിൽ ആന്റണി രാജുവിന് നിർണായക പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടാമത് അധികാരം കിട്ടിയപ്പോൾ ആദ്യ 2.5 വർഷം ആന്റണി രാജുവിനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചതും ആ ഒരു ബന്ധത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു. എന്തായാലും ഈ
സാഹചര്യത്തിൽ LDF ചേർന്ന് ഒരു LDFന് ഒരു അഭിപ്രായം പറയാനാണ് സാധ്യത. കാരണം ആന്റണി രാജുവിനെ പൂർണ്ണമായി വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്ന, വ്യക്തിപരമായി തള്ളുന്ന ഒരു അഭിപ്രായം ഒരുപക്ഷെ LDFിൽ നിന്ന് വരാൻ കഴിയില്ല. ഒരുപക്ഷെ രാഷ്ട്രീയമായുള്ള പ്രതികരണം ഉണ്ടാകും. കോടതി നടപടികളുടെ ഭാഗമായി മുന്നോട്ട് പോകും എന്നുള്ള പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജു LDFിന്റെ ഭാഗമായി ഇന്ന് മത്സരിക്കില്ല എന്നുള്ളത് സ്വാഭാവികമായി LDFിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു പോസിറ്റീവുമാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 32 വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ആന്റണി രാജുവിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. തൊണ്ടുമുതൽ തിരിമറി കേസിന്റെ നാൾവഴികളിലേക്കാണ് ഇനി. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ആൻഡ്രൂ സാൽവദോർ എന്ന ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. അടിവസ്ത്രം വിദേശിക്ക് പാകമല്ലെന്നും ഇത് വ്യാജ തൊണ്ടിയാണെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം കണക്കിലെടുത്ത് കോടതി ആൻഡ്രൂ സാൽവദോറിനെ വെറുതെ വിട്ടു. തുടർന്ന് 1994 തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചുവെന്ന പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. 2006 തിരുവനന്തപുരം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ ആന്റണി രാജു, കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലർക്ക് KS ജോസ് എന്നിവരായിരുന്നു 1ഉം 2ഉം പ്രതികൾ. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന വിദേശിയുടെ അടിവസ്ത്രം ക്ലർക്കിന്റെ സഹായത്തോടെ വാങ്ങിയ ആന്റണി രാജു അത് വെട്ടിച്ചെറുതാക്കിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായെന്ന് കുറ്റപത്രത്തിലുണ്ടായിരുന്നു. ഗൂഢാലോചന, രേഖകളിൽ കൃത്രിമം, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ. 2014 നെടുമങ്ങാട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കേസ് മാറ്റി. അന്നു മുതൽ 22 തവണ കേസ് പരിഗണിച്ചെങ്കിലും പ്രതികൾ ഹാജരാവുകയോ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയോ ചെയ്തില്ല. തുടർന്ന് ഹൈക്കോടതി രജിസ്ട്രാർ ഇടപെട്ടു. കേസ് പുനരന്വേഷിക്കാൻ 2023 ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെതിരെ ആന്റണി രാജു സുപ്രീം കോടതിയിൽ ഹർജി നൽകി. 2024 നവംബറിൽ തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണം. 2025 ഒക്ടോബർ 24 തൊണ്ടിമുതൽ തിരിമറി കേസിൽ വിചാരണ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു. കോടതി ജീവനക്കാരനായ 1ാം പ്രതി ജോസ് സർക്കാർ സർവീസിലുള്ളതിനാൽ വഞ്ചനാ കുറ്റമടക്കം പ്രതികൾക്കെതിരെ ചുമത്തണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകൻ അനിൽ ഇമ്മാനുവലിന്റെ ഹർജിയിലാണ് ഉത്തരവുണ്ടായത്. തുടർന്ന് വഞ്ചനാ കുറ്റവും ചേർത്താണ് വിചാരണ നടന്നത്. വീണ്ടും 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ചില വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്തു. ഈ വകുപ്പുകളിലും വാദം കേട്ടിരുന്നു. ഡിസംബർ 16 വാദം പൂർത്തിയായി. 29 സാക്ഷികളിൽ 19 പേരെ വിസ്തരിച്ചു. മരണം, രോഗം എന്നിവ മൂലം 8 പേരെ ഒഴിവാക്കി. മറ്റു 2 പേരെ പ്രോസിക്യൂഷനും ഒഴിവാക്കിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. തൊണ്ടി മുതൽ തിരിമറി കേസിൽ 3 വർഷം ശിക്ഷിക്കപ്പെട്ടതോടെ ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം റദ്ദാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ഉടനുണ്ടാകും. 1951 ജനപ്രാതിനിധ്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധികളെ അയോഗ്യരാക്കുന്നതിനെപ്പറ്റി എന്താണ് നിയമത്തിൽ പറയുന്നത് എന്ന് നോക്കാം. ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകളിലേക്ക്. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 8 കുറ്റവാളികളായ ജനപ്രതിനിധികളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് ഒരു ജനപ്രതിനിധിയെ കുറഞ്ഞത് 2 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചാൽ ആ നിമിഷം മുതൽ അദ്ദേഹം ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടും. ശിക്ഷിക്കപ്പെട്ട തീയതി മുതൽ അയോഗ്യത നിലവിൽ വരും. ശിക്ഷാ കാലാവധി 2 വർഷമാണെങ്കിൽ അതിനുശേഷം അടുത്ത 6 വർഷം കൂടി ആ വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല. അതായത് ആകെ 8 വർഷം മാറി നിൽക്കേണ്ടി വരും. മേൽക്കോടതി ശിക്ഷാവിധി സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അയോഗ്യത നീങ്ങുകയുള്ളൂ. ശിക്ഷ നടപ്പിലാക്കുന്നത് തടഞ്ഞാൽ മാത്രം പോരാ, ശിക്ഷാവിധി തന്നെ തടയണം. വെറും ജാമ്യം ലഭിച്ചതുകൊണ്ട് അംഗത്വം തിരികെ ലഭിക്കില്ല. മുൻപ് ഒരു ജനപ്രതിനിധി ശിക്ഷിക്കപ്പെട്ടാലും അപ്പീൽ നൽകാൻ 3 മാസ സമയം ലഭിക്കുമായിരുന്നു. എന്നാൽ 2013 സുപ്രീം കോടതിയുടെ ലിലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് വിധിക്ക് ശേഷം ശിക്ഷിക്കപ്പെടുന്ന നിമിഷം മുതൽ അയോഗ്യത നിലവിൽ വരും. 2023 അപകീർത്തി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിക്ക് MP സ്ഥാനം നഷ്ടമായെങ്കിലും പിന്നീട് സുപ്രീം കോടതി ശിക്ഷാവിധി സ്റ്റേ ചെയ്തതോടെ അംഗത്വം പുനഃസ്ഥാപിക്കപ്പെട്ടു. ലക്ഷദ്വീപ് MP ആയിരുന്ന PP മുഹമ്മദ് ഫൈസലിന് വധശ്രമക്കേസിലെ ശിക്ഷയെ തുടർന്ന് അംഗത്വം നഷ്ടമായെങ്കിലും പിന്നീട് ഹൈക്കോടതി സ്റ്റേയിലൂടെ അംഗത്വം തിരികെ ലഭിച്ചിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് 2014 തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനവും MLA സ്ഥാനവും ജയലളിതയ്ക്ക് നഷ്ടമായതും ചരിത്രം. ജാതിമത സ്പർദ്ധ വളർത്തൽ, കൈക്കൂലി, ബലാത്സംഗം, അയിത്തമാചരിക്കൽ, സ്ത്രീ പീഡനം തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടാൽ തടവ് ശിക്ഷയുടെ ദൈർഘ്യം പരിഗണിക്കാതെ തന്നെ അയോഗ്യത വരുമെന്നും നിയമത്തിൽ പറയുന്നു. റിസർച്ച് ഡെസ്ക് 24. എന്താകും ഇതിന്റെ വിധി? ആ വിധി വരുമ്പോഴേക്കും എന്തായിരിക്കും ആന്റണി രാജുവിന്റെ അവസ്ഥ? അതിൻ്റെയൊക്കെ വിവരങ്ങൾ ഇപ്പോൾ
പ്രേക്ഷകർ അവരുടെ കമൻറ്റുകളായി ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. കേരളം ഈ വിഷയം ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്നു. പ്രേക്ഷകർ അവരുടെ അഭിപ്രായവും ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു രാഷ്ട്രീയ ആരോപണം ഉണ്ടായ വാർത്താ ദിനമാണ്. SIT ചോദ്യം ചെയ്യാനിരിക്കെയാണ് പുതിയ ആരോപണവുമായി UDF കൺവീനർ അടൂർ പ്രകാശ് ഇന്ന് രംഗത്തെത്തിയത്. ജോൺ ബ്രിട്ടാസ് MPയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ ആവശ്യം. ആരോപണം തള്ളിയ ജോൺ ബ്രിട്ടാസ് MP അടൂർ പ്രകാശ് തന്റെ പേരുന്നയിച്ചാൽ ആ നിമിഷം തന്നെ കേസ് കൊടുക്കുമെന്ന് പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പിച്ചതോടെ രാഷ്ട്രീയമായി അനുകൂലമാക്കാനുള്ള തന്ത്രങ്ങളിലാണ് മുന്നണികൾ. കേസിൽ SIT ചോദ്യം ചെയ്യാനിരിക്കെ CPIM രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസിനെതിരെ ആരോപണവുമായി UDF കൺവീനർ അടൂർ പ്രകാശ് രംഗത്ത്. ജോൺ ബ്രിട്ടാസിന്റെ പേര് പറയാതെയാണ് ആരോപണം. ഇതിന് എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ, ഒരു പാർലമെന്റ് അംഗമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി. അദ്ദേഹം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു. ആ ഫോൺ കോളുകളൊന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലെന്നും ഫോണിൽ സംസാരിച്ചിട്ടില്ലെന്നും ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. തന്റെ പേര് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചാൽ അപ്പോൾ തന്നെ കേസ് കൊടുക്കുമെന്നും ജോൺ ബ്രിട്ടാസ്. ഞാൻ മനസ്സിലാക്കുന്നത് അടൂർ പ്രകാശ് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം വസ്തുനിഷ്ഠമായിട്ട് ആധികാരികമായിട്ട് ഉന്നയിക്കുകയാണെങ്കിൽ ആ നിമിഷം അദ്ദേഹത്തിന് ഞാൻ കേസ് കൊടുക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പോറ്റിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടുമില്ല. പദവി നോക്കാതെ സോണിയാഗാന്ധിയെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. Z+ കാറ്റഗറി സുരക്ഷയുള്ള കർശനമായ പരിശോധനകളുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ ഒരു പൂജാരിക്കും ജൂവലറി ഉടമയ്ക്കും എങ്ങനെ പ്രവേശനം ലഭിച്ചു? ഉന്നതരായ കോൺഗ്രസ് നേതാക്കളുടെ ശുപാർശയില്ലാതെ അത് സാധ്യമല്ല. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചതെന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കണം. കേസിൽ സോണിയാഗാന്ധിയുമായുള്ള ബന്ധം ആരോപിക്കുന്നതിൽ പരിഹാസവുമായി K മുരളീധരൻ രംഗത്തെത്തി. അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, അവരുടെ തലയിൽ നെല്ലിക്ക തളം വെക്കേണ്ട നേരമായി. പ്രതികളെ ഇപ്പോഴും സംരക്ഷിക്കുന്ന CPIM കേസിലെ പ്രതിയെ കണ്ടതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളെ ആക്ഷേപിക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ശബരിമല കേസിലെ പ്രതി കണ്ടതിൻ്റെ പേരിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ ഇപ്പോൾ CPM-ഉം BJP-യും ഒത്തുചേർന്ന് പരിശ്രമിക്കുകയാണ്. അതേസമയം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള മാത്രമല്ല ആചാരലംഘനവും നടന്നെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ആരോപണം. 24 തിരുവനന്തപുരം. വെനസ്വേലയിലേക്കുള്ള അമേരിക്കൻ കടന്നുകയറ്റമാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്ത. തലസ്ഥാനമായ കാരക്കാസിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയ അമേരിക്ക പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ബന്ദികളാക്കി. ഇരുവരെയും രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ച് റഷ്യയും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തെത്തി. പ്രാദേശിക സമയം ഇന്ന് പുലർച്ചെ 1:50 അമേരിക്ക വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ ആക്രമണം ആരംഭിച്ചത്. കാരക്കാസിലും മിറാൻഡയിലും അരുവാഗയിലും തുറമുഖമായ ലാഗോയറയിലും വിമാനത്താവളമായ ഈഗ്രോട്ടിലും ആക്രമണങ്ങൾ നടന്നു. ഈഗ്രോട്ടിലെ സൈനിക ഹെലികോപ്റ്റർ താവളം പൂർണ്ണമായും ബോംബിട്ട് നശിപ്പിച്ചു. മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിലെയും അമേരിക്ക പിടികൂടി രാജ്യത്തിന് പുറത്തെത്തിച്ചതായി ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ വ്യക്തമാക്കി. ഇന്ത്യൻ സമയം രാത്രി 9:30 ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ കാണും. മഡുറോയെ അമേരിക്കയിൽ ക്രിമിനൽ കുറ്റം ചുമത്തി വിചാരണ ചെയ്യുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. മഡുറോയും ഭാര്യ സിലിയ ഫ്ലോറസും എവിടെയാണെന്നതിനെ പറ്റി അറിയില്ലെന്ന് വെനസ്വേലൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രതികരിച്ചു. കാരക്കാസിലെ ഫെഡറൽ ലെജിസ്ലേറ്റീവ് പാലസ്, ലാ കാർലോട്ടോ വിമാനത്താവളം, എൽ ഹാറ്റിലോ വിമാനത്താവളം എന്നിവ ആക്രമിക്കപ്പെട്ടതായി വെനസ്വേല സ്ഥിരീകരിച്ചു. ആക്രമണത്തെപ്പറ്റി UN രക്ഷാസമിതിയിലും UN സെക്രട്ടറി ജനറലിനും മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്കും പരാതി നൽകുമെന്ന് വെനസ്വേലൻ സർക്കാർ പറഞ്ഞു. ലഹരിക്കടത്തിന്റെ പേരിൽ മാസങ്ങളായി കരീബിയൻ കടലിൽ വെനസ്വേലൻ ബോട്ടുകൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. 100-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. വെനസ്വേലയിലേക്ക് അകത്തേക്കും പുറത്തേക്കും പോകുന്ന എണ്ണക്കപ്പലുകൾക്കും അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയ്ക്കെതിരെ ഗുരുതര കുറ്റകൃത്യങ്ങളാണ് അമേരിക്ക ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. മദുറോയും ഭാര്യയും വിചാരണ നേരിടേണ്ടി വരുമെന്ന് US അറ്റോർണി ജനറൽ പാം ബോണ്ടി വ്യക്തമാക്കി. മയക്കുമരുന്ന്, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഗൂഢാലോചന നടത്തിയ കുറ്റങ്ങളാണ് മദുറോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തൊക്കെയാണ് പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ? ശ്രീജിത്ത്.
ഉന്മേഷ്, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഇപ്പോൾ മഡുറോയെയും ഭാര്യയെയും ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലെ അമേരിക്കയുടെ ഫെഡറൽ അഡ്മിനിസ്ട്രേഷൻ ഡിറ്റൻഷൻ സെന്ററിലേക്ക്, അതായത് അവരെ വിചാരണയ്ക്കായും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനുമായും ഡിറ്റൻഷൻ സെന്ററിലേക്ക് കൊണ്ടുവരുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഇതൊരു പക്ഷേ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണെങ്കിൽ പോലും 9:30-ക്ക് ട്രംപ് മാധ്യമങ്ങളെ കാണുമ്പോൾ, ഇന്ന് രാത്രി 9:30-ക്ക് ട്രംപ് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മഡുറോയെയും ഭാര്യയെയും അമേരിക്കയിൽ തന്നെ, ന്യൂയോർക്കിൽ തന്നെ വിചാരണയ്ക്ക് വിധേയമാക്കും. അവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മയക്കുമരുന്നും, അതോടൊപ്പം തന്നെ മയക്കുമരുന്നിനൊപ്പം ഭീകരപ്രവർത്തനവും, അതിനോടൊപ്പം തന്നെ അമേരിക്കയ്ക്കെതിരായ യുദ്ധപ്രഖ്യാപനവും അതിനാവശ്യമായ ഗൂഢാലോചനയും നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ. ഇതിന്മേൽ കൂടുതൽ തെളിവെടുപ്പിനും വിചാരണയ്ക്കായിട്ടുമാണ് ഇപ്പോൾ മഡുറോയെയും ഭാര്യയെയും വെനസ്വേലയിൽ നിന്നും പിടികൂടി ബന്ദികളാക്കി അമേരിക്ക ഇപ്പോൾ ന്യൂയോർക്കിൽ എത്തിക്കുന്നതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും മഡുറോയെയും ഭാര്യയെയും ന്യൂയോർക്കിലേക്കോ അമേരിക്കയിലേക്കോ എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വാർത്തയായി ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ഇനി വെനസ്വേലയിൽ ആരായിരിക്കണം അധികാരത്തിലേക്ക് എത്തേണ്ടത് എന്ന രൂപത്തിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, നേരത്തെ പലതവണ സംസാരിച്ചു പോയ പേരുകൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മരിയ കൊറീന മച്ചാഡോയാണ്. അവരുടെ പേരിനാണ് ഇപ്പോൾ അവിടെ ആരായിരിക്കും അധികാരത്തിൽ വരണമെന്ന് അമേരിക്കയാണ് തീരുമാനിക്കുന്നതെങ്കിൽ മച്ചാഡോയുടെ പേരായിരിക്കും അമേരിക്ക പരിഗണിക്കുക. പക്ഷേ ഒരുപക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വെനസ്വേലയിൽ ഇപ്പോഴും മഡുറോ തന്നെയാണ് ഞങ്ങളുടെ നേതാവ് എന്ന രൂപത്തിൽ വെനസ്വേലൻ സർക്കാർ ഇപ്പോഴും ഔദ്യോഗികമായി പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. അതായത് അമേരിക്കയ്ക്ക് ഞങ്ങൾ കീഴടങ്ങില്ല, ഞങ്ങൾ അമേരിക്കയ്ക്കെതിരെ ശക്തമായി മുന്നോട്ട് പോകും, ലോകരാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടണം. അത് മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അടിയന്തരമായി ചേർന്ന് അമേരിക്കയുടെ ആക്രമണത്തിന് മറുപടി നൽകണം, അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഇടപെടണം എന്നൊരാവശ്യം കൂടി വെനസ്വേലൻ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വൈസ് പ്രസിഡന്റിന്റെയും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ഡെൽസി റോഡ്രിഗസ്, അവരുടെ പേരാണ് ഇനി വരാൻ പോകുന്ന, അതായത് ഒരുപക്ഷെ നിക്കോളാസ് മഡുറോ അമേരിക്ക പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, ബന്ദിയാക്കുകയാണെങ്കിൽ, അവിടെ വിചാരണ നേരിടുകയാണെങ്കിൽ ഡെൽസി ആയിരിക്കും ഇനി പ്രസിഡന്റായി വരേണ്ടത് എന്നൊരു നിർദ്ദേശം കൂടി നിലവിലുള്ള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വലിയ രൂപത്തിൽ അനിശ്ചിതത്വത്തിലേക്കാണ് വെനസ്വേല പോകുന്നത്. ഒപ്പം തന്നെ അമേരിക്കയുടെ ആക്രമണത്തെ തുടർന്ന് വെനസ്വേല പ്രതിപക്ഷ പാർട്ടികളും മഡുറോ സർക്കാരിനുമെതിരെ വലിയ പ്രതിഷേധം ഈ അമേരിക്ക ആക്രമണം നടത്തിയ പ്രദേശങ്ങളിലെല്ലാം, പ്രത്യേകിച്ചും കാരക്കാസിലടക്കം വലിയ പ്രതിഷേധങ്ങൾ നിക്കോളാസ് മഡുറോയ്ക്കെതിരെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ രൂപത്തിൽ ഒരു വലിയ അനിശ്ചിതത്വത്തിലേക്ക് ഇപ്പോൾ വെനസ്വേല മാറിയിരിക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ട്രംപ് ആദ്യമായി നിക്കോളാസ് മഡുറോയ്ക്കും വെനസ്വേലയ്ക്കുമെതിരെ മയക്കുമരുന്ന് കടത്തിൻ്റെയും അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിക്കോളാസ് മഡുറോയ്ക്കും വെനസ്വേലയ്ക്കുമെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് ആദ്യം ആരോപണങ്ങളായിട്ടും പരസ്പരം വാഗ്വാദങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും പിന്നീട് അതൊരു വലിയ ആക്രമണത്തിലേക്ക് മാറുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അങ്ങനെ 100ഓളം പേരാണ് കരീബിയൻ കടലിൽ അമേരിക്കയുടെ ആക്രമണത്തിൽ ഒരുപക്ഷെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കണ്ടത് ഇന്ന് വലിയ യുദ്ധപ്രഖ്യാപനവും കാരക്കാസിൽ വലിയ ആക്രമണവും നടക്കുന്നു. ഒരു പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ഭാര്യയും അവരുടെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും അമേരിക്കൻ സൈന്യം പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്യുന്നു. ഇനി ഒരുപക്ഷെ അവർ വിചാരണയ്ക്ക് വിധേയരാക്കപ്പെട്ടേക്കാം. ഉന്മേഷ്. ശരി, ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിക്കോളാസ് മദുറോയ്ക്ക് കീഴിൽ വെനസ്വേല മാഫിയ സ്റ്റേറ്റ് ആയി എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം. അമേരിക്കയിലേക്ക് കുടിയേറ്റക്കാരെ തള്ളിവിടുകയും ലഹരി ഒഴുക്കുകയും ചെയ്യുന്നു എന്നുകൂടി ട്രംപ് ആരോപിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി നിലനിന്ന പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഈ അധിനിവേശം. ലോകത്ത് ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യമാണ് വെനസ്വേല. എണ്ണ കയറ്റുമതിയിലൂടെ വൻ പണം വെനസ്വേലയിലേക്ക് ഒഴുകിയ ഒരു കാലമുണ്ടായിരുന്നു. 1999 ശേഷമുള്ള യൂഗോ ഷാവേസിന്റെ ഭരണകാലം. ഷാവേസ് അധികാരത്തിലെത്തുമ്പോൾ വെനസ്വേലയുടെ സാമ്പത്തിക സ്ഥിതി ഒട്ടും ആശാവഹമായിരുന്നില്ല. എന്നാൽ എണ്ണവില പെട്ടെന്നുയരാൻ തുടങ്ങുകയും കാലക്രമത്തിൽ $100 വരെ ആവുകയും ചെയ്തു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഒട്ടേറെ പരിപാടികൾ നടപ്പാക്കാൻ ഈ എണ്ണപ്പണം ഷാവേസ് ഉപയോഗിച്ചു. ഭക്ഷണവും മരുന്നും അവശ്യ സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾ സന്തുഷ്ടരായി. രാജ്യം വളർച്ചയുടെ പാതയിൽ കുതിച്ചു. പിന്നീട് 3 തവണ ജനങ്ങൾ ഷാവേസിനെ തന്നെ നയിക്കാൻ തിരഞ്ഞെടുത്തു. സ്വാഭാവികമായും അമേരിക്കയുടെ കണ്ണുകൾ എക്കാലവും വെനസ്വേലയുടെ എണ്ണപ്പാടങ്ങൾക്കുമേലുണ്ടായിരുന്നു. എന്നാൽ ഷാവേസിന്റെ ജനപ്രീതി ആ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നീക്കത്തിന് അമേരിക്കയെ അനുവദിച്ചിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായുള്ള ഷാവേസിന്റെ ചങ്ങാത്തവും അമേരിക്കയ്ക്ക് തലവേദനയുണ്ടാക്കി. US ഉപരോധം മൂലം വീർപ്പുമുട്ടിയിരുന്ന ക്യൂബയ്ക്കുൾപ്പെടെ വെനസ്വേലയുടെ എണ്ണപ്പണം ലഭിച്ചിരുന്നു. 2013 ഷാവേസ് മരിച്ചതോടെ നിക്കോളാസ് മഡൂറോ പ്രസിഡന്റായി. ഷാവേസിന്റെ വിദേശകാര്യമന്ത്രിയായിരുന്നു മഡൂറോ. ബസ് ഡ്രൈവറും തൊഴിലാളി യൂണിയൻ നേതാവുമായിരുന്ന മഡൂറോ അധികാരത്തിലെത്തിയപ്പോൾ ഷാവേസിന്റെ തുടർച്ചയാണ് ജനം പ്രതീക്ഷിച്ചത്. പക്ഷേ ഷാവേസിന്റെ ജനപ്രീതിയുടെ 7 അയലത്തെത്താൻ മഡൂറോയ്ക്ക് കഴിഞ്ഞില്ല.
രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഇടിയുകയും വെനസ്വേല വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്തപ്പോൾ അതിനെ നേരിടുന്നതിൽ മഡൂറോ പരാജയപ്പെട്ടു. മഡൂറോ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചെന്ന ആരോപണങ്ങൾ ശക്തമാണ്. നേതൃത്വത്തിന്റെ അഴിമതിയും ക്രിമിനൽ ബന്ധങ്ങളും ഭരണകൂടത്തിന് ചീത്തപ്പേരുണ്ടാക്കി. ഇതായിരുന്നു അമേരിക്ക കാത്തിരുന്ന സമയം. മഡൂറോ വിരുദ്ധതയിൽ ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയ നിക്ഷേപം നടത്തി. സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നമുക്കിനി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുണയുണ്ടെന്നാണ് നൊബേൽ പുരസ്കാര നേട്ടത്തിനു പിന്നാലെ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീനോ മച്ചാഡോ പ്രതികരിച്ചത്. ഇതിനു പിന്നാലെ മഡൂറോ ഭരണകൂടത്തിനെതിരെ ട്രംപ് നിലപാട് കടുപ്പിക്കുന്നതാണ് ലോകം കണ്ടത്. ലഹരിക്കടത്ത് ആരോപിച്ച് വെനസ്വേലയുടെ കപ്പലുകൾ US ആക്രമിച്ചു. എണ്ണക്കപ്പലുകൾ പിടിച്ചെടുത്തു. കരീബിയൻ കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു. മഡൂറോയുടെ ഭരണത്തിൽ വെനസ്വേല മാഫിയ രാജ്യമായെന്ന് ട്രംപ് ആരോപിച്ചു. അട്ടിമറി ഉറപ്പായ മഡൂറോ അമേരിക്കയ്ക്ക് ആവോളം എണ്ണ വാഗ്ദാനം ചെയ്ത് സമവായത്തിന് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വീണ്ടും ലോക പോലീസ് ചമഞ്ഞ് വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്ക ബന്ദികളാക്കിയിരിക്കുകയാണ്. സമാധാന നൊബേലിന് അർഹനെന്ന് ആവർത്തിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ലാറ്റിൻ അമേരിക്കയെ മുൾമുനയിൽ ആക്കി. ഇറാൻ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ നിലപാട് തുടർചലനങ്ങളിൽ നിർണായകമാകും. അമേരിക്കൻ ഇടപെടലിനെ തുടർന്ന് അരാജകമായ നിരവധി രാജ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം 36 രാജ്യങ്ങളിൽ ഭരണകൂട അട്ടിമറി, 85-ലേറെ തെരഞ്ഞെടുപ്പുകളിൽ അനധികൃത ഇടപെടൽ, 50ഓളം വിദേശ നേതാക്കൾക്കുമേൽ വധശ്രമം, 30ഓളം രാജ്യങ്ങളിൽ ബോംബാക്രമണം, 2 കോടി ജനങ്ങളുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം. ഇങ്ങനെ പോകുന്നു അമേരിക്കയ്ക്കെതിരായ ആരോപണങ്ങൾ. അന്താരാഷ്ട്ര മര്യാദകളുടെ നഗ്നമായ ലംഘനങ്ങളെ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ഇടപെടലെന്നാണ് അമേരിക്ക പലപ്പോഴും സ്വയം വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ എണ്ണപ്പാടങ്ങളില്ലാത്ത രാജ്യങ്ങളിലെ സ്വേച്ഛാധിപരെ ആരാണ് പുറത്താക്കുക? ഇന്റർനാഷണൽ ഡെസ്ക് 24. മലപ്പുറം എളമരത്ത് പോലീസുകാർക്ക് നേരെ മണൽ മാഫിയയുടെ ആക്രമണം. ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് അംഗങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ഗൂഗിൾ വേണുഗോപാലാണ് ഇപ്പോൾ മലപ്പുറത്തുനിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഗൂഗിൾ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെ രാത്രിയാണ് ഈ മണൽ മാഫിയ സംഘത്തിന്റെ ആക്രമണം പോലീസുകാർക്ക് നേരെ ഉണ്ടായത്. വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചരിയാർ പുഴ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ മണൽവാരലും അനധികൃത മണൽക്കടത്തും ഒക്കെ ഉണ്ടായിരുന്നു. വാഴക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പരിശോധനയും നിരീക്ഷണവും ഒക്കെ നടത്തുകയും ചെയ്തതാണ്. വാഴക്കാട് പോലീസിനെ ഇവിടെയുള്ള മണൽ മാഫിയ സംഘങ്ങൾക്ക് നേരത്തെ തന്നെ അറിയുന്നതിനാൽ മഫ്തിയിലെത്തിയാൽ തന്നെയും അവർക്ക് മറ്റാളുകൾക്ക് ഇവരെ സംബന്ധിച്ച്, അതായത് പോലീസുകാർ വരുന്നതിനെ സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്നതിനാലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത്. ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് അംഗങ്ങളായിരുന്നു ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവർ ഇന്നലെ ഈ പറഞ്ഞതുപോലെ മണൽ മാഫിയ സംഘത്തിനെ തിരഞ്ഞു പോയ സമയത്താണ് അവർ ഈ പോലീസുകാർക്ക് നേരെ അവരുടെ ആക്രമണം ഉണ്ടായത്. ഈ സംഘത്തിൽപ്പെട്ട ഒരാൾ പോലീസുകാരെ നിരീക്ഷിക്കുകയും അവരെ പിന്തുടർന്ന് വരികയുമായിരുന്നു. അവരെ പിന്തുടർന്നെത്തിയ ആളെ പോലീസുകാർ കീഴ്പ്പെടുത്തിയ സമയത്ത് 15ഓളം വരുന്ന മറ്റു സംഘങ്ങൾ വരികയും പോലീസുകാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു ചെയ്തത്. ഇതറിഞ്ഞ് വാഴക്കാട് പോലീസിൽ നിന്ന് കൂടുതൽ പോലീസ് സംഘങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഈ പ്രതികൾ 15ഓളം വരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. മൊബൈൽ ഫോണിലൊക്കെ ദൃശ്യങ്ങൾ ഉള്ളതിനാലും നേരത്തെ വാഴക്കാട് പോലീസിന്റെ നിരീക്ഷണത്തിൽ ഉള്ളതിനാലും തന്നെ ഈ ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉന്മേഷ്, ഗൂഗിൾ വേണുഗോപാലാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ വിശദമായി തന്നെ അമേരിക്കൻ അധിനിവേശം സംബന്ധിച്ച വാർത്ത നൽകിയിരുന്നു. പ്രേക്ഷകരൊക്കെ ആ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ എല്ലാം കടത്തിക്കൊണ്ടു പോവുകയാണ്, എന്നിട്ടും ലോകരാജ്യങ്ങൾ മൗനത്തിൽ തന്നെ എന്നാണ് ബഷീർ പറയുന്നത് ആ വിഷയത്തിലെ പ്രതികരണമായി. റിപ്പോർട്ടർ ടിവിക്ക് 10,000 രൂപ പിഴ ചുമത്തി ബംഗളൂരു സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതി. മുട്ടിൽ മരം മുറിക്കൽ കേസിലെ വാർത്തകൾ വിലക്കണമെന്ന ഹർജി പിൻവലിച്ചതോടെയാണ് പിഴ ചുമത്തിയത്. വിലയേറിയ സമയം പാഴാക്കിയെന്നും വാദിഭാഗത്തിന് സത്യസന്ധതയില്ലെന്നും കോടതി വിമർശിച്ചു. പബ്ലിക് ഡൊമൈനിൽ നിന്ന് നീക്കം ചെയ്ത എല്ലാ ലിങ്കുകളും പുനഃസ്ഥാപിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. വിഷയത്തിൽ പൊതുമാപ്പ് അപേക്ഷിക്കണം. കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ചതിനും തെറ്റിദ്ധരിപ്പിച്ചതിനും മാപ്പ് അപേക്ഷിക്കണം. വിഷയത്തിലുണ്ടാകുന്ന നിയമബാധ്യതകൾ ഏറ്റെടുക്കാൻ പ്രതിനിധിയെ ചുമതലപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇപ്പോൾ ഒരു വാർത്ത വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. വയനാട് മുട്ടിൽ മാണ്ടാട് ജനവാസ മേഖലയിൽ പുലി എന്ന വാർത്ത വരുന്നു. പ്ലാക്കൽ സുരാജിന്റെ വീടിന് സമീപത്തെ തോട്ടത്തിലാണ് പുലിയെ കണ്ടത്. പുലി പൂച്ചയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഇത് എപ്പോഴാണ് ഈ പുലിയുടെ സാന്നിധ്യം, പുലിയെ അവിടെ കണ്ടത്? എന്തൊക്കെയാണ് വിവരങ്ങൾ സുർജിത്ത്?
1.5 മണിക്കൂർ മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മുട്ടിൽ മലയുടെ താഴ്വാരത്തുള്ള മേഖലയാണ്. അവിടെയാണ് ഈ പ്ലാക്കൽ സുരാജിന്റെ വീട്. അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് ഒരു കാപ്പിത്തോട്ടത്തോട് ചേർന്ന പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. സുരാജുമായി നമ്മൾ സംസാരിച്ചു. ഈ പുലി വന്ന് നേരെ പൂച്ചയെ പിടികൂടുന്നതാണ് കണ്ടത്. 10 മിനിറ്റിനകം പൂച്ച അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ആ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഈ മേഖലയിൽ നേരത്തെ പുലി സാന്നിധ്യം അത്തരത്തിൽ തുടർച്ചയായി ഉണ്ടാവുന്ന ഒരു പ്രദേശമല്ല. മുട്ടിൽ മലയിലൊക്കെ പുലികളുടെ പ്രശ്നമുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ രാവിലെ ഒരു പട്ടിയെ പിടിച്ച ഒരു വിഷയം കൂടി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഈ ബീനാച്ചി എസ്റ്റേറ്റിന് സമീപമുള്ള അരിവയൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പട്ടിയെ പാതി ഭക്ഷ്യ നിലയിൽ പുലി ഇറങ്ങിയിരുന്നു. ഇത്തരത്തിൽ വയനാട്ടിൽ പല ഭാഗങ്ങളിലും ഈ മേറ്റിംഗ് സീസൺ ആയതോടുകൂടി ഈ വന്യമൃഗങ്ങളുടെ ശല്യം പൊതുവെ ഉണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് വീണ്ടും ഒരു പുലി സാന്നിധ്യം ഈ മാണ്ടാട് പ്രദേശത്തുകൂടി ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്. ശരി, സുജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കും അതിന്റെ ഒരുക്കങ്ങളിലേക്കുമൊക്കെ മുന്നണികൾ കടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരിക മാത്രമാണ് ലക്ഷ്യമെന്നും ആര് മുഖ്യമന്ത്രിയാകുമെന്നത് പിന്നീട് തീരുമാനിക്കുമെന്നും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇക്കുറി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. വിജയസാധ്യത മാത്രം കണക്കാക്കി നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും KC വേണുഗോപാൽ 24-നോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം മാത്രം ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് തന്ത്രങ്ങൾ. ഭരണത്തിലേക്കുള്ള തിരിച്ചുവരൽ മാത്രമാണ് അജണ്ട. മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയുടെ ആവശ്യം ഇപ്പോൾ ഇല്ലെന്ന് KC വേണുഗോപാൽ 24-നോട്. മുഖ്യമന്ത്രി ആരാണെന്ന ചോദ്യം ഞങ്ങളുടെ മുന്നിൽ ഇല്ല. അതൊക്കെ പാർട്ടിയുടെ സിദ്ധാന്തങ്ങളും കൺസിസ്റ്റന്റ് നയപരിപാടികളുണ്ട്. ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഭരണം തിരിച്ചു കൊണ്ടുവരിക. വിജയം മാത്രം കണക്കാക്കി സ്ഥാനാർത്ഥി നിർണയ മാനദണ്ഡങ്ങൾ AICC ക്യാമ്പിൽ വ്യക്തമാക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. മുതിർന്ന നേതാക്കൾ മത്സരിക്കാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുമെന്നാണ് സൂചന. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. നിങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. K. സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങിയവരുടെ കാര്യത്തിൽ തീരുമാനം നിർണായകമാണ്. KC വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കാനും നീക്കമുണ്ട്. ഇതിനിടെ ഇനി മത്സരരംഗത്തില്ലെന്ന് VM സുധീരൻ വ്യക്തമാക്കി. ദീപക് ധർമ്മടം, 24, ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൽ കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്ന് മുസ്ലിം ലീഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് ഷെയറിന്റെ അടിസ്ഥാനത്തിൽ മുന്നണി യോഗത്തിൽ സീറ്റുകൾ ആവശ്യപ്പെടും എന്നാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 24-നോട് പറഞ്ഞത്. ഒന്നിച്ച് തീരുമാനമെടുക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ്. തദ്ദേശത്തിലെ ജയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെന്ന് തെളിയിക്കുന്നതായി മുസ്ലിം ലീഗ് തുറന്നു പറയുന്നു. നിലവിലുള്ള സീറ്റുകളെ കുറിച്ച് പറയും. ഇനിയിപ്പോൾ പുതിയ സീറ്റുകളെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യും. മുസ്ലിം ലീഗ് നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, UDF-ന് നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടിംഗ് ഷെയറിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ സീറ്റ് ചോദിക്കാനുള്ള അർഹതയൊക്കെ ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ തവണ 27 സീറ്റിൽ മത്സരിച്ച ലീഗിന് തെക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ഇത്തവണ കൂടുതൽ സീറ്റിന് അർഹതയുണ്ട്. മുന്നണി യോഗത്തിൽ നിലവിലുള്ള സീറ്റുകളെക്കുറിച്ചും പുതിയ സീറ്റുകളെക്കുറിച്ചും ചർച്ച ചെയ്യുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ലീഗിന്റെ ആവശ്യത്തിൽ ഒരുമിച്ച് തീരുമാനമെടുക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൂടാ എന്നില്ല. മുസ്ലിം ലീഗ് എപ്പോഴും ഉന്നയിക്കുന്നത് ന്യായമായ ആവശ്യമെന്നായിരുന്നു K. മുരളീധരന്റെ പ്രതികരണം. 24, മലപ്പുറം. ഇനിയും LDF-ലേക്കാണ്. NCP സംസ്ഥാന ഘടകത്തിൽ വീണ്ടും നേതൃമാറ്റത്തിന് കളമൊരുങ്ങുന്നു. സംസ്ഥാന അധ്യക്ഷനെ മാറ്റുന്നതുൾപ്പെടെ ആലോചിക്കാൻ ദേശീയ നേതൃത്വം നേതാക്കളെ മുംബൈക്ക് വിളിപ്പിച്ചു. PC ചാക്കോ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. 24 ബ്രേക്കിംഗ്. വിവാദങ്ങൾക്കും വലിയ കൂടിയാലോചനകൾക്കും ശേഷമായിരുന്നു തോമസ് കെ തോമസ് NCP അധ്യക്ഷനായി എത്തുന്നത്. എന്നാൽ തോമസ് കെ തോമസിന്റെ പ്രവർത്തനം നേതാക്കൾക്കിടയിൽ തന്നെ അതൃപ്തിക്ക് വഴിവെച്ചു. കൈവശമുള്ള വകുപ്പിൽ ഉടലെടുത്ത പ്രശ്നങ്ങളും പാർട്ടിയിൽ ചർച്ചയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ തോമസ് കെ തോമസിന്റെ പ്രവർത്തനവും വിമർശനത്തിന് കാരണമായി. പഞ്ചായത്തുകളിൽ അർഹമായ സീറ്റുകൾ കിട്ടിയില്ലെന്ന അഭിപ്രായവും സീറ്റ് നിർണയ സമയത്തെ അധ്യക്ഷന്റെ വിദേശയാത്രയും കൂടുതൽ വിയോജിപ്പിന് വഴിവെച്ചു. ഇതോടെയാണ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. നേതാക്കളെ ശരത് പവാർ മുംബൈയിലേക്ക് വിളിപ്പിച്ചു. നാളെ മുംബൈയിലെത്തണമെന്നാണ് നിർദ്ദേശം. PC ചാക്കോ, AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ് എന്നിവരെയാണ് വിളിപ്പിച്ചത്. PC ചാക്കോ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. വീണ്ടും പദവി ഏറ്റെടുക്കാൻ ചാക്കോയ്ക്ക് വിമുഖതയുണ്ട്. PM സുരേഷ് ബാബുവിനെ സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കാനാണ് PC ചാക്കോയുടെ താൽപര്യം. 24, തിരുവനന്തപുരം.
NCPയിൽ നടക്കുന്ന സീറ്റ് ചർച്ചയിലേക്കാണ്. ഇനി കോഴിക്കോട് എലത്തൂർ നിയമസഭാ സീറ്റിനെ ചൊല്ലി NCPയിൽ ആഭ്യന്തര കലാപം. താൻ മാറി നിൽക്കണമോ എന്ന് തീരുമാനിക്കേണ്ട ദേശീയ നേതൃത്വമാണെന്ന് പാർട്ടി കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ മുക്കം മുഹമ്മദിന് മറുപടിയായി മന്ത്രി AK ശശീന്ദ്രൻ തുറന്നടിച്ചു. AK ശശീന്ദ്രൻ മാറി നിൽക്കണമെന്ന് പറയാൻ മുക്കം മുഹമ്മദിന് അവകാശമില്ല എന്നായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി റസാഖ് മൗലവിയുടെ പ്രതികരണം. പാർട്ടിയുടെ മുതിർന്ന നേതാവ് നിലക്ക് മത്സരരംഗത്ത് മാറി ഒരു പുതുമുഖത്തിന് അല്ലെങ്കിൽ പുതിയ തലമുറക്ക് വഴിമാറി കൊടുക്കുമെന്നാണ് ഞങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ശശീന്ദ്രൻ മാന്യമായി മാറി നിൽക്കണമെന്ന ജില്ലാ അധ്യക്ഷൻ മുക്കം മുഹമ്മദിന്റെ ഈ പ്രസ്താവനയാണ് മന്ത്രി AK ശശീന്ദ്രനെ ചൊടിപ്പിച്ചത്. താൻ മത്സരിക്കണമോ എന്ന കാര്യം പാർട്ടിയുടെ ഉത്തരവാദിത്വപ്പെട്ടവരാണ് തീരുമാനിക്കുകയെന്നും ഇപ്പോഴത്തെ ചർച്ച തികച്ചും അനാവശ്യമെന്നും AK ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. ഞാൻ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് എൻ്റെ കാര്യം ഞാനല്ല എൻ്റെ കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല, മത്സരിക്കണം എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമുണ്ടെങ്കിലും മത്സരിക്കും. പക്ഷെ പറയേണ്ടത് ആരാണ്? പറയേണ്ടത് എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതൃത്വമാണ് എന്നോട് നിങ്ങൾ മത്സരിക്കണമെന്ന് പറയേണ്ടത്. എന്നാൽ AK ശശീന്ദ്രൻ മാറി നിൽക്കട്ടെ എന്ന മുക്കം മുഹമ്മദിന്റെ പ്രസ്താവനയ്ക്കെതിരെ NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി റസാഖ് മൗലവി രംഗത്തെത്തി. അത് പറയാനുള്ള ഒരു അവകാശമോ അർഹതയോ രാഷ്ട്രീയമായോ ധാർമ്മികമായോ മുക്കം മുഹമ്മദിന് ഇല്ല. അദ്ദേഹം തികഞ്ഞ അച്ചടക്ക ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അധികാരം പാർട്ടിക്കാണ്. ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളും AK ശശീന്ദ്രൻ മാറി നിൽക്കണമെന്ന വികാരം ശക്തമാക്കുന്നതിനിടയിലാണ് വീണ്ടും മത്സര രംഗത്തുണ്ടായേക്കുമെന്ന സൂചന AK ശശീന്ദ്രൻ നൽകുന്നത്. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിക്ക് സീറ്റ് നൽകരുത് എന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ജനസമ്മതനായ പ്രാദേശിക നേതാവിനെ പരിഗണിക്കണം എന്നാണ് ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണം ശക്തമായതോടെയാണ് കാസർകോട്ടെ ഒരു വിഭാഗം നേതാക്കൾ വിയോജിപ്പ് പരസ്യമാക്കിയത്. K സുരേന്ദ്രൻ നിസാര വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലത്തിൽ ഇത്തവണ ജനസമ്മതരായ പ്രാദേശിക നേതാക്കളെ പരിഗണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മണ്ഡലത്തിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളായ സതീഷ് ചന്ദ്ര ഭണ്ഡാരി, ബാലകൃഷ്ണ ഷെട്ടി, സുരേഷ് കുമാർ ഷെട്ടി, നിയോജക മണ്ഡലം പ്രസിഡന്റ് ആദർശ് പത്മനാഭ കടപ്പുറം എന്നിവരെ അശ്വിനിയെ എതിർക്കുന്നവർ ഉയർത്തിക്കാട്ടുന്നു. K സുരേന്ദ്രനോട് അടുപ്പം പുലർത്തുന്ന കോഴിക്കോട് മേഖലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ റൈയെ മത്സരിപ്പിക്കണമെന്നും ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു. മത്സരിക്കുവാണെങ്കിൽ മഞ്ചേശ്വരത്തിൽ തന്നെ ജനസമ്മതനായിട്ടുള്ള ഏകദേശം ഒരു 10 വർഷം, 20 വർഷം, 25 വർഷം അനുഭവമുള്ള നല്ല ജനങ്ങളിടയിൽ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു നേതാവ് വന്നെങ്കിൽ, എന്നുവെച്ചാൽ കുറേ നല്ല നല്ല നമ്മുടെ മഞ്ചേശ്വരത്തിൽ തന്നെ നല്ല നല്ല 10, 20, 25 വർഷം അനുഭവമുള്ള നല്ല നേതാക്കന്മാരുണ്ട്. ഇതുപോലുള്ള നേതാക്കന്മാർ വന്നാൽ ഉറപ്പായിട്ട് ജയം നിശ്ചിതമെന്ന് പറയാം. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗവുമായ രവീശ തന്ത്രി കുണ്ടാറിനെ കാസർഗോഡ് മത്സരിപ്പിക്കണമെന്നും വിമത വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. 24 കാസർഗോഡ്. ഇപ്പോൾ തൊണ്ടിമുതൽ തിരിമറി കേസിന്റെ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആന്റണി രാജു തൊണ്ടിമുതൽ വാങ്ങിയെന്ന കോടതിയുടെ പരാമർശം. വ്യാജരേഖ ചമച്ചത് ആന്റണി രാജു. KS ജോസ് തൊണ്ടിമുതൽ കൈമാറിയത് കോടതി ഉത്തരവില്ലാതെ. തന്റെ കക്ഷിയെ രക്ഷിക്കാൻ ആന്റണി രാജു കൃത്രിമം നടത്തി. കുറ്റം ചെയ്തത് ജുഡീഷ്യറിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടവർ എന്നിങ്ങനെയുള്ള കോടതിയുടെ പരാമർശങ്ങൾ. നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കം. തെളിവ് നശിപ്പിക്കൽ ഒരു പ്രതിയെ അർഹമായ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കാരണമായി. ഇത് നീതിയുടെ പരാജയം. പ്രതികളുടെ പ്രവൃത്തി കേവലം ഒരു ക്രമക്കേടല്ല എന്നിങ്ങനെ ഇപ്പോൾ കോടതിയുടെ പരാമർശങ്ങൾ പുറത്തുവരുന്നു. ഉത്തരവിലെ പരാമർശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അത് ആന്റണി രാജു ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് കോടതി ഇപ്പോൾ ശിക്ഷാവിധി നടത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വ്യാജരേഖ ചമച്ചത് ആന്റണി രാജു എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. 3 വർഷമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തടവ് ശിക്ഷ ആന്റണി രാജുവിന് ലഭിച്ചിരിക്കുന്നത്. മുൻ മന്ത്രിയാണ്, ഇപ്പോഴത്തെ MLA ആണ്. അദ്ദേഹം ഇതിലൂടെ അയോഗ്യനാക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദായിരിക്കുന്നു. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിന്റെ ഉത്തരവിലെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, ഈ ശിക്ഷാവിധി പകർപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമാകുന്നു? ആന്റണി രാജുവിനെതിരെ എന്തൊക്കെ പരാമർശങ്ങൾ ഈ ശിക്ഷാവിധി പകർപ്പിൽ? റിനു.
ഉന്മേഷ്, ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് നെടുമങ്ങാട് കോടതി ഈ വിധി പ്രസ്താവനയിൽ പറയുന്നത്, അല്ലെങ്കിൽ വിധിപ്പകർപ്പിൽ പറയുന്നത്. 24-ന് ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് വിധിപ്പകർപ്പ്. തൊണ്ടിമുതൽ കേസിന്റെ വിധിപ്പകർപ്പിൽ കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആന്റണി രാജു തൊണ്ടിമുതൽ വാങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വ്യാജരേഖ ചമച്ച ആന്റണി രാജു ആണ് എന്നുള്ളതും വ്യക്തമായി തന്നെ ഈ വിധിപ്പകർപ്പിൽ പരാമർശിക്കുന്നുണ്ട്. KS ജോസ തൊണ്ടിമുതൽ കൈമാറിയത് കോടതിയുടെ ഒരു രീതിയിലുള്ള അനുമതിയും ഇല്ലാതെയാണ് എന്നുള്ളതാണ്. തന്റെ കക്ഷിയെ രക്ഷിക്കുവാൻ വേണ്ടി ആന്റണി രാജു ആ കൃത്രിമം നടത്തി, അതായത് ഏതറ്റം വരെ പോകാൻ വേണ്ടി ശ്രമിച്ചോ ആ രീതിയിലുള്ള ഇടപെടലാണ് അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. കുറ്റം ചെയ്തത് ജുഡീഷ്യറിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ട ഒരാളാണ്, അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണെന്നും ഈ വിധി പ്രസ്താവനയിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രതികളുടെ പ്രവൃത്തി കേവലം ഒരു ക്രമക്കേട് മാത്രമല്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. നീതിയുടെ ഗതിയെ ബോധപൂർവം തടസ്സപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു എന്നുള്ളതാണ് ഈ വിധി പ്രസ്താവനയിൽ കൃത്യമായി തന്നെ കോടതി പറഞ്ഞു വെക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുവാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കം ഈ പ്രതികൾ നടത്തി, ജോസും അതുപോലെ തന്നെ ആന്റണി രാജുവും നടത്തി എന്നുള്ളതാണ് ഈ വിധി പ്രസ്താവത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഒപ്പം തെളിവ് നശിപ്പിക്കൽ ഒരു പ്രതിയെ അർഹമായ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കാരണമായി ആസ്ട്രേലിയൻ പൗരനെ അദ്ദേഹം മയക്കുമരുന്നുമായി കേരളത്തിലേക്ക് എത്തുന്നു, അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു, പക്ഷേ കോടതി ശിക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ശിക്ഷ വാങ്ങി നൽകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നതിൽ നിന്ന് അയാളെ വ്യാജരേഖ ചമച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആന്റണി രാജുവും അതുപോലെ തന്നെ ജോസും അതിനുവേണ്ടി ഒരു ഇടപെടൽ നടത്തി എന്നുള്ളതാണ്. ഇത് നീതിയുടെ പരാജയമാണെന്നും കോടതി പറയുന്നത്. അതായത് ആന്റണി രാജുവിന്റെയും ജോസിന്റെയും ഇടപെടൽ അത് നീതിയുടെ പരാജയമാണ് എന്നുള്ളതാണ് കോടതി വിധി പ്രസ്താവത്തിലൂടെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഉന്മേഷ്, ശിക്ഷാവിധിയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തൊണ്ടിമുതൽ കേസിന്റെ വിധിപ്പകർപ്പ് അത് ഇപ്പോൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആന്റണി രാജു ഈ തൊണ്ടിമുതൽ വാങ്ങിയെന്നതിൽ പറയുന്നുണ്ട്. വ്യാജരേഖ ചമച്ചത് ആന്റണി രാജു എന്നാണ് അതിൽ വ്യക്തമാക്കുന്നത്. തന്റെ കക്ഷിയെ രക്ഷിക്കാൻ ആന്റണി രാജു ഇപ്പോൾ കൃത്രിമം നടത്തിയിരിക്കുന്നു എന്ന കോടതിയുടെ കണ്ടെത്തലുണ്ട്. ജുഡീഷ്യറിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടവർ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള പരാമർശം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. അത് വിധിപ്പകർപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് മുൻപ് നമ്മൾ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൽ നിന്ന് സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി മാനന്തവാടിയിലോ ബത്തേരിയിലോ മത്സരിക്കാൻ അവസരം തേടും. JRPയുടെ പ്രതിനിധി നിയമസഭയിൽ ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും CK ജാനു 24-നോട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിക്കഴിഞ്ഞു. CK ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി മുന്നണി മാറ്റത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങളിൽ CK ജാനു സംസാരിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ഇനി എന്താണ് അടുത്തൊരു സ്റ്റെപ്പ്? ഇപ്പോൾ UDF-ന്റെ ഭാഗമായി എന്താണ് അടുത്തൊരു സ്റ്റെപ്പ്? എന്താണ് മുന്നണി ആവുന്നത് തന്നെ ഇലക്ഷൻ രംഗത്തൊക്കെ ഇടപെടാനും അത്തരം കാര്യങ്ങളിൽ നിരന്തരം സജീവമായിട്ട് ഇടപെട്ട് കാര്യങ്ങൾ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ശരിക്കും വരുന്നത്. അതുകൊണ്ട് എല്ലാ മുന്നണികളെ പോലെ തന്നെ ഞങ്ങളും ഇലക്ഷൻ രംഗത്തൊക്കെ ഉണ്ടാവണം. മുന്നണി എന്നുള്ള നിലയിൽ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിലൂടെയാണ് വളരെ സജീവമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ബത്തേരിയിലോ അല്ലെങ്കിൽ മാനന്തവാടിയിലോ മത്സരിക്കാൻ താങ്കളുടെ ഒരു അഭ്യർത്ഥന UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത്തരത്തിലുള്ള ആ ഒരു അഭ്യർത്ഥന സ്വീകരിക്കുമോ? അങ്ങനെ ഒരു സംവിധാനം വന്നാൽ ചെയ്യണമല്ലോ. ശരിക്കും മുന്നണി എന്നുള്ള നിലയിൽ നമ്മളത് സ്വീകരിക്കണമല്ലോ ആ ഒരു രീതിയിൽ. അപ്പോൾ ആ രീതിയിലൊരു അഭിപ്രായം വന്നാൽ അതുമായിട്ട് നമ്മൾ അവരുമായിട്ട് യോജിച്ചുള്ള ഒരു നിലപാടിലേക്ക് നിൽക്കും. നാളെ ഇപ്പോൾ കോൺഗ്രസിന് നിർണായകമായൊരു ക്യാമ്പ് വയനാട്ടിൽ വീണ്ടും നടക്കാൻ വേണ്ടി പോവുകയാണ് ബത്തേരിയിൽ. അതുമായി ബന്ധപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ചയോ അത്തരത്തിലുള്ള ഒരു ആലോചന നടത്തുന്നുണ്ടോ? ആ ക്യാമ്പിനെ കുറിച്ച് അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമാണ് നടക്കുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്ക് മുന്നണിയായിട്ടുള്ള ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കണ്ടതല്ലാതെ അതിനുശേഷം സെപ്പറേറ്റ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല. എന്തായാലും നമ്മൾ ആ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമ്മളെയും കൂടെ പരിഗണിച്ചുകൊണ്ട് ഒരു നിലപാട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കുറച്ച് നിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം UDF-നെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്, ഒരു എഡ്ജ് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുള്ള പ്രതീക്ഷ JRPക്കുണ്ടോ? ആ കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മളുടെയൊക്കെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈ നിയമസഭയിലും ആ രീതിയിൽ തന്നെ വളരെ സജീവമായിട്ടുണ്ടാവും. നല്ല മികച്ച വിജയം തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയാണ്? മികച്ച വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. JRPയുടെ ഒരു പ്രതിനിധി ഇത്തവണ നിയമസഭയിൽ ഉണ്ടാകും, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹവും. എന്തായാലും കൃത്യമായ നിലപാടാണ് CK ജാനു പങ്കുവച്ചിട്ടുള്ളത്. കാരണം JRPയുടെ ഒരു പ്രതിനിധി ഇത്തവണ ഈ നിയമസഭയിൽ ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന അത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യവും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആവശ്യമായ ഘട്ടത്തിൽ നടത്തും എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്.
മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നസ്വരം. രാഹുലിന്റെ കാര്യത്തിൽ ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ലെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. എന്നാൽ പാർട്ടിയാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത് എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ മറുപടി. എല്ലാവർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിന് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ നടത്തിയ പരാമർശങ്ങളാണ് ചർച്ചകൾ സജീവമാക്കിയത്. രാഹുലിന് സീറ്റ് നൽകരുത് എന്ന് ആദ്യം അഭിപ്രായപ്പെട്ട PJ കുര്യൻ പിന്നീട് നിലപാട് മാറ്റിയിരുന്നു. കഴിഞ്ഞ ദിവസം PJ കുര്യനോട് താൻ അതൃപ്തി രേഖപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി. പാലക്കാട് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് രാഹുലിന്റെ മറുപടി ഇങ്ങനെ: ഞാൻ മണ്ഡലത്തിൽ തന്നെയാണുള്ളത്. ഇന്നലെ ആചാര്യന്റെ ജയന്തിയുമായി ബന്ധപ്പെട്ടും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ UDF ജില്ലാ കൺവീനറിന്റെ കുടുംബത്തിലൊരു വിവാഹവുമായി ബന്ധപ്പെട്ടും പത്തനംതിട്ടയിൽ തുടരുന്നില്ല. ഞാൻ പാലക്കാട് തന്നെയുണ്ട്. പാലക്കാട് ജനങ്ങളെ ജയിപ്പിച്ചാണല്ലോ ഉത്തരവാദിത്തം നടപ്പാക്കുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ലെന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം. രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഇനി കോൺഗ്രസിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കൂടുതലായിട്ട് ചെയ്യാനുള്ളതായിട്ട് നിങ്ങൾക്കറിയാം. പാർട്ടിയിൽ നിന്നുള്ള നടപടികൾ പാർട്ടി ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഏത് രാഹുൽ എന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഏത് രാഹുല്? Now he is out from the party. അതേസമയം രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളാൻ UDF കൺവീനർ അടൂർ പ്രകാശ് തയ്യാറായില്ല. അല്ല, അത്തരം കാര്യങ്ങൾ ഞാനിപ്പോൾ തൽക്കാലം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അത് കൂട്ടായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ആ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും മണ്ഡലമായ പാലക്കാടും മറ്റു പൊതുവേദികളിലും രാഹുൽ സജീവമായത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന ചർച്ചകളും ഉയർന്നിട്ടുണ്ട്. 24 പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് വീണ്ടും കുരുക്ക്. തന്റെ കുടുംബജീവിതം രാഹുൽ മാങ്കൂട്ടത്തിൽ തകർത്തെന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിതയുടെ ഭർത്താവ് പരാതിയുമായി എത്തി. പരാതി മുഖ്യമന്ത്രിക്കും DGPക്കും കൈമാറി. കുടുംബ പ്രശ്നം തീർക്കാൻ താൻ ഇടപെട്ടു. അതാണ് അതിജീവിതയുമായുള്ള തന്റെ ബന്ധമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം. ഈ വാദം തള്ളുകയാണ് അതിജീവിതയുടെ ഭർത്താവ്. തന്റെ അസാന്നിധ്യം മുതലെടുത്ത് ഭാര്യയുമായി വഴിവിട്ട ബന്ധമുണ്ടാക്കി കുടുംബജീവിതം തകർത്തുവെന്നാണ് പരാതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BNS 84 പ്രകാരം കേസെടുക്കണമെന്നാണ് ആവശ്യം. തങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണ് ശ്രമിച്ചത് എങ്കിൽ എന്തുകൊണ്ട് രാഹുൽ തന്നെ ബന്ധപ്പെട്ടില്ല എന്നും അതിജീവിതയുടെ ഭർത്താവ് ചോദിക്കുന്നു. എൻ്റെ ഈ ഒരു കുടുംബജീവിതം തകർന്നതിന് ഈ പാലക്കാട്ടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു MLA ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഒന്നുകിൽ എന്നെ വിളിക്കണ്ടേ? ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രശ്നത്തിൽ എന്നെ വിളിക്കണമല്ലോ. എന്നെ അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. തന്റെ കുടുംബജീവിതം തകർത്തുവെന്നും മാനനഷ്ടമുണ്ടാക്കിയെന്നും പരാതിയിലുണ്ട്. പരാതിയിൽ പറയുന്ന കാര്യങ്ങളിലെ തെളിവ് കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാനാണ് പരാതിക്കാരന്റെ തീരുമാനം. 24 പാലക്കാട്. വിവാദ വിഷയങ്ങളിൽ നിലപാടിലുറച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം സമുദായത്തിന് വേണ്ടി UDF ഭരണകാലത്ത് ആനുകൂല്യങ്ങൾ തട്ടിയെടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് അധിക്ഷേപിച്ചതിലും തിരുത്തലില്ല. ഈഴവ സമുദായത്തിന്റെ ഉന്നമനം മാത്രമാണ് ലക്ഷ്യമെന്ന ആമുഖത്തോടെയായിരുന്നു SNDP ആലപ്പുഴ പുറക്കാട് ശാഖയുടെ പൊതുപരിപാടിയിൽ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം. മുസ്ലിം സമുദായത്തിനു വേണ്ടി കോളേജുകളടക്കം UDF ഭരണകാലത്ത് തട്ടിയെടുത്തു. മലപ്പുറത്ത് മാത്രം മുസ്ലിം സമുദായത്തിന് 17 കോളേജുകൾ, 4100 സ്കൂളുകൾ മുസ്ലിങ്ങൾക്കുള്ളപ്പോൾ ഈഴവന് 370 മാത്രം. ഇങ്ങനെ നീണ്ടു വെള്ളാപ്പള്ളിയുടെ ജാതി മത അടിസ്ഥാനത്തിലുള്ള വർഗീയ കണക്കുകൾ. മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസപരമായി പുറകിലായിരുന്നു, പല രീതിയിൽ പുറകായിരുന്നു. അവരൊപ്പിട്ടെടുക്കട്ടെ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കട്ടെ. അവിടെ കൊടുത്തപ്പോൾ ഇല്ലാത്ത നമ്മളെ കൂടെ ഒന്ന് കിടക്കണ്ടേ? അവർക്കുള്ളതുണ്ട് 4200 സ്കൂളാണ് ഉള്ളത്. അപ്പോൾ ഈഴവനുള്ളത് 370 മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചതിൽ തെറ്റില്ലെന്നാണ് നിലപാട്. വിശദീകരണം ഇങ്ങനെ: ഞാൻ അങ്ങനെ ആരെപ്പറ്റും പറഞ്ഞില്ല. തീവ്രവാദി അതിനിയും പറയും. തീവ്രവാദമായി സംസാരിച്ചവൻ ആരായാലും അവൻ തീവ്രവാദി. മിതമായി സംസാരിച്ച എത്രയോ പേർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു, അവരെല്ലാം മിതവാദികളാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസിനും അധിക്ഷേപം. കോൺഗ്രസ് നേതാവ് M ലിജുവിനെ വേദിയിലിരുത്തിയായിരുന്നു പരാമർശം. ആ ഊത്തുകാരൻ തൃശ്ശൂർ പറഞ്ഞിരിക്കുകയാണ്, വെള്ളാപ്പള്ളി നടേശൻ്റെ കോലം കരിയോലൊഴിച്ച് കത്തിച്ചാൽ അവന് പ്രൈസ് കൊടുക്കുന്നു. അവനൊരു പൊണ്ണനല്ലേ? എന്നെ കരിയോലല്ല,
എന്നെ കത്തിച്ചാലും എൻ്റെ അഭിപ്രായം മാറുമോ? പറഞ്ഞതെല്ലാം പറഞ്ഞതു തന്നെ, ഒന്നും തിരുത്താനില്ല എന്ന വാക്കോടെ പ്രസംഗം അവസാനിപ്പിച്ചു. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ദേഷ്യത്തോടെ വേദി വിട്ടു. 24 ആലപ്പുഴ. തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷ. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞതായി നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ആന്റണി രാജു വ്യാജരേഖ ചമച്ചെന്നും പ്രതികളുടെ പ്രവൃത്തി നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കമെന്നും ശിക്ഷാവിധി ഉത്തരവിൽ പരാമർശം. ശിക്ഷാവിധിയോടെ ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം റദ്ദായി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും അയോഗ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശിക്ഷാവിധി സർക്കാരിനും ഇടതുമുന്നണിക്കും കനത്ത തിരിച്ചടി. 3 പതിറ്റാണ്ട് നീണ്ട കേസിൽ 1-ാം പ്രതി KS ജോസിനും 3 വർഷം തടവ്. എല്ലാം സംവിധാനമുള്ളതാണ് പോലീസ്. എന്നിട്ട് ഇങ്ങനെ ഒരാളെ മന്ത്രിയാക്കി കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന സർക്കാരാണിത്. അതൊന്നുകൂടി തെളിയിച്ചിരിക്കുന്ന ഈ സംഭവത്തോടുകൂടി. ആന്റണി രാജുവിന്റേത് ഗുരുതര കുറ്റകൃത്യമെന്ന് VD സതീശൻ. ആന്റണി രാജുവിനെതിരായ കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ സംഘർഷം, ഒരു പ്രവർത്തകന് പരുക്ക്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ അമേരിക്കൻ അട്ടിമറി. പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ബന്ദികളാക്കി. ഇരുവർക്കുമെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി. 2 പേരും അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്ന് US അറ്റോർണി ജനറൽ. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ. അമേരിക്കൻ ആക്രമണം തലസ്ഥാനമായ കാരക്കാസ് അടക്കം 7 നഗരങ്ങളിൽ. അപലപിച്ച് റഷ്യയും ഇറാനും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പുതിയ പരാതി. രാഹുൽ തന്റെ കുടുംബജീവിതം തകർത്തെന്ന് അതിജീവിതയുടെ ഭർത്താവ്. മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകി. ഒരു MLA ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഒന്നുകിൽ എന്നെ വിളിക്കണ്ടേ? ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രശ്നത്തിൽ എന്നെ വിളിക്കണമല്ലോ. എന്നെ അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നസ്വരം. തയ്യാറാകുന്നില്ല. പക്ഷേ അത് കൂട്ടായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ആ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. പാർട്ടി കൂടിയാലോചിക്കുമെന്ന് അടൂർ പ്രകാശ്. പാർട്ടി ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് അവിടെ ഈ ചർച്ച അനാവശ്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ MLA-മാർ മഹാഭൂരിപക്ഷവും മത്സരിക്കുമെന്ന് പറയുമ്പോൾ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് MLA അല്ല, പിന്നെ എന്തിനാ അദ്ദേഹത്തിന്റെ വിഷയം ചർച്ച ചെയ്യുന്നതിനാ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് K. മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുതിയ ആരോപണവുമായി അടൂർ പ്രകാശ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണമെന്നും UDF കൺവീനർ. ഇതിന് എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ, ഒരു പാർലമെന്റ് അംഗമാണ്. അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. ആരാണെന്നോ? അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇന്ന് ഈ പാലം പണിയാൻ വേണ്ടി നടക്കുന്ന ആളുണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ലെന്ന ജോൺ ബ്രിട്ടാസ്. അടൂർ പ്രകാശ് തന്റെ പേര് പറഞ്ഞാൽ നിയമ നടപടി. ഞാൻ മനസ്സിലാക്കുന്നത് അടൂർ പ്രകാശ് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം വസ്തുനിഷ്ഠമായിട്ട് ആധികാരികമായിട്ട് ഉന്നയിക്കുകയാണെങ്കിൽ ആ നിമിഷം അദ്ദേഹത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പോറ്റിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടില്ല. സോണിയാഗാന്ധിയെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കിയ മുന്നണികൾ. താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്നത് ഇപ്പോൾ ചർച്ചയല്ലെന്ന് KC വേണുഗോപാൽ 24-നോട്. മുഖ്യമന്ത്രി ആരാണെന്ന ചോദ്യം ഞങ്ങളുടെ മുന്നിൽ ഇല്ല. അതൊക്കെ പാർട്ടിയുടെ സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് നയപരിപാടികളുണ്ട്. ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഭരണം തിരിച്ചു കൊണ്ടുവരിക. കാരണം 10 വർഷക്കാലത്തെ ഭരണം ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ഈ മടുത്തിരിക്കുന്ന ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യമുള്ള ഒരു ഭരണം ഉണ്ടാവുക, ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക. ആര് മുഖ്യമന്ത്രിയാവുന്നതല്ല പ്രസക്തിയുള്ളത്. ലീഗിന് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ 24-നോട്. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ ഉന്നയിക്കും. നിലവിലുള്ള സീറ്റുകളെക്കുറിച്ച് പറയും. ഇനിയിപ്പോൾ പുതിയ സീറ്റുകളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യും. മുസ്ലിം ലീഗ് നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, UDF നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടിംഗ് ഷെയറിൻ്റെ ഒക്കെ
അടിസ്ഥാനത്തിൽ കൂടുതൽ സീറ്റ് ചോദിക്കാനുള്ള അർഹതയൊക്കെ ഞങ്ങൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം ചർച്ച ചെയ്ത് BJP കോർ കമ്മിറ്റി യോഗം. SIR കരട് പട്ടിക പ്രകാരം ഹിയറിംഗിന് ഹാജരാകേണ്ടവരുടെ വിവരങ്ങൾ പൊതുരേഖയായി പ്രസിദ്ധീകരിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ ആവശ്യമുന്നയിച്ച് BJP ഒഴികെയുള്ള പാർട്ടികൾ. ശാരീരിക ബുദ്ധിമുട്ടുള്ളവരെയും പ്രവാസികളെയും ഹിയറിംഗിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യം. ഉത്തർപ്രദേശിലെ കൊടും ക്രൂരതയിൽ നടുങ്ങി രാജ്യം. 6 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് എറിഞ്ഞു കൊലപ്പെടുത്തി. 2 പ്രതികൾ പിടിയിൽ. സംഭവം ബുലന്ദ്ഷഹറിലെ സിക്കന്ദരാബാദിൽ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ പെൻഷൻ പദ്ധതിയുമായി തമിഴ്നാട്. അവസാന ശമ്പളത്തിന്റെ 50% പെൻഷനായി നൽകും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആനുപാതികമായി പെൻഷൻകാർക്കും DA. സേവന കാലാവധി പൂർത്തീകരിക്കാത്തവർക്കും നിശ്ചിത ശതമാനം പെൻഷനെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും. ശ്രേയസ് അയ്യർ ടീമിൽ തിരിച്ചെത്തി. മുഹമ്മദ് ഷമിയെയും ഇഷാൻ കിഷനെയും പരിഗണിച്ചില്ല. വിജയ് ഹസാരെ ട്രോഫിയിൽ ജാർഖണ്ഡിനെ 8 വിക്കറ്റിന് തകർത്ത് കേരളം. സഞ്ജു സാംസണും ക്യാപ്റ്റൻ രോഹൻ കുന്നുമലും സെഞ്ചുറി നേടി. അധ്യാപക നിയമനത്തിന് കേട്ടറ്റ് യോഗ്യതാ പരീക്ഷ നിർബന്ധമാക്കിയ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് മരവിപ്പിച്ചു. തീരുമാനം KSTA ഉൾപ്പെടെയുള്ള സംഘടനകളുടെ വ്യാപക എതിർപ്പിനെ തുടർന്ന്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കുന്നതാണ്. എന്നാൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് കേട്ടറ്റ് നടപ്പിലാക്കുന്നത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ സർവീസിലുള്ള അധ്യാപകരും കേട്ടറ്റ് പാസ്സാകണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെതിരെ റിവ്യൂ ഹർജി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. തൃശൂർ മറ്റത്തൂരിലെ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടക്കൂറുമാറ്റത്തിൽ KPCCയുടെ പരിഹാര ഫോർമുല അംഗീകരിക്കാതെ DCC നേതൃത്വം. BJP പിന്തുണയോടെ വിജയിച്ച വൈസ് പ്രസിഡന്റ് മാത്രമല്ല പ്രസിഡന്റും രാജിവെക്കണമെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. പ്രസിഡന്റിന്റെ കാര്യം നമുക്ക് പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയില്ല. പ്രസിഡന്റ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മളവരെ പിന്തുണച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നെ ആ പിന്തുണ പിൻവലിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ആലോചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രസിഡന്റിന്റെ കാര്യത്തിൽ മറുപടി പറയാൻ കഴിയില്ല. വൈസ് പ്രസിഡന്റ് രാജിവെക്കാമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പൂർണ്ണമായി അംഗീകരിക്കാതെ വിമത നേതാവ് TM ചന്ദ്രൻ. DCCക്ക് വീഴ്ച സംഭവിച്ചെന്ന വിമതരുടെ ആരോപണം തള്ളി KPCC. ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട. 14 മാവോയിസ്റ്റുകളെ വധിച്ച് സുരക്ഷാസേന. സുക്മയിൽ മാത്രം വധിച്ചത് 12 മാവോയിസ്റ്റുകളെ. കണ്ണൂർ പയ്യന്നൂർ നഗരസഭാ കൌൺസിലറായി വിജയിച്ച CPIM നേതാവ് VK നിഷാദിന്റെ പരോൾ നീട്ടി. ഈ മാസം 11 വരെയാണ് പരോൾ നീട്ടിയത്. പോലീസിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 20 വർഷം തടവിന് വിധിച്ച പ്രതിയാണ് VK നിഷാദ്. കോഴിക്കോട് താമരശ്ശേരി കൈതപ്പൊയിൽ അപ്പാർട്ട്മെന്റിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെത്തി ശബ്ദ സന്ദേശം. പുറത്തുവന്നത് കൂടെ താമസിച്ചിരുന്ന ആദിലിൽ ഫോൺ എടുക്കാത്തതോടെ 2 മാസം മുൻപ് അയച്ച സന്ദേശം. അതിലെങ്കിൽ ഫോൺ എടുത്തോട്ടോ 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ അപ്പുറം നിർത്തിക്കോ, ഇല്ലെങ്കിൽ കളി ഇതൊന്നും അയക്കൂലേ. ഞാൻ സത്യം പറയാം, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എൻ്റെ ജീവിതം പോവാണ്. എൻ്റെ ഞാൻ നിൽക്കും. കൊടിച്ചിനി മുതൽ ശിബു വരെ കുടുങ്ങും. സത്യമാണ്. ഞാനിത് എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും അടിക്കുന്ന ലഹരിൻ്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയില്ല. പോലീസ് ജനറൽ എങ്കിൽ രക്ഷപ്പെടും. സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയും, ഇല്ലെങ്കിൽ ഇനി ഫോൺ എടുത്തോ. ലഹരി ഇടപാടുകൾ വെളിപ്പെടുത്തുമെന്ന് പറയുന്ന ശബ്ദ സന്ദേശത്തിൽ കൊടിസുനിയുടെ പേര്. അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി GR അനിൽ. അർഹരായവർക്ക് ജനുവരി 15 മുതൽ വീണ്ടും അപേക്ഷിക്കാം. മുൻഗണനാ കാർഡിന് അപേക്ഷ നൽകാത്ത പിന്നാക്ക വിഭാഗക്കാരെ നേരിട്ട് ബന്ധപ്പെട്ട് കാർഡുകൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി. അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ കാർഡ് ലഭ്യമായെന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കും. അപേക്ഷ നൽകാത്തതിനാൽ അർഹത ഉണ്ടായിട്ടും മുൻഗണനാ വിഭാഗത്തിൽ പെടാൻ കഴിയാതിരുന്ന
56,932 പട്ടികജാതി SC കുടുംബങ്ങൾക്കും 2046 ST കുടുംബങ്ങൾക്കും കാർഡ് തരം മാറ്റി നൽകുന്നതിന് വേണ്ടി അവരെ നേരിൽ ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ ലഭ്യമാക്കി മുൻഗണനാ കാർഡ് നൽകാനുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ സപ്ലൈകോയിൽ റെക്കോർഡ് വിൽപ്പനയെന്നും മന്ത്രി. മലപ്പുറം പെരുവണ്ണൂരിൽ 239 ഗ്രാം MDMA പിടികൂടിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് കോഴിക്കോട് പുതുപ്പാടി പെരുമ്പള്ളി സ്വദേശികളായ മുഹമ്മദ് സലീം, ആഷിഖ് എന്നിവർ. ഇരുവരും പിടിയിലായത് വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി. കേസിൽ ഇതോടെ ആകെ അറസ്റ്റിലായത് 8 പേർ. കോഴിക്കോട് കുറ്റ്യാടിയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ പെൺകുട്ടി മുങ്ങി മരിച്ചു. മരിച്ചത് നാദാപുരം കുമ്മങ്കോട് സ്വദേശിയായ 17-കാരി നജ. അപകടമുണ്ടായത് രാവിലെ കൂട്ടുകാരോടൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബംഗ്ലാദേശിൽ ആൾക്കൂട്ടം ജീവനോടെ തീയിട്ട യുവാവ് ഗോക്കൺ ചന്ദ്ര മരിച്ചു. ഇതോടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ന്യൂനപക്ഷ വിഭാഗക്കാരുടെ എണ്ണം 4ആയി. ഫാർമസി ഉടമയായ ഗോക്കൺ ചന്ദ്രയെ ആൾക്കൂട്ടം ആക്രമിച്ചത് പുതുവത്സര തലേന്ന്. മരണം ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ. BJP പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി BCCI. ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ IPL-ൽ കളിപ്പിക്കില്ല. ടീമിൽ നിന്ന് ഒഴിവാക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നിർദ്ദേശം. KKR-നും ഉടമ ഷാറൂഖ് ഖാനുമെതിരെ BJP-യും ഹിന്ദു സംഘടനകളും പ്രതിഷേധമുയർത്തിയത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടി. ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് പിന്നാലെ 2 പേർ മരിച്ച സംഭവത്തിൽ DMO പ്രാഥമിക റിപ്പോർട്ട് നൽകി. മരണം അണുബാധയെ തുടർന്നെന്ന് പരിശോധനയിൽ സ്ഥിരീകരിച്ചു. അണുബാധയുടെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധന തുടരുന്നു. ആശുപത്രിയിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിന്റെയും മരുന്നിന്റെയും പരിശോധനാ ഫലം ഉടൻ ലഭിക്കും. ഇൻഡോറിൽ മലിനജലം കൂടി 6 മാസം പ്രായമായ കുഞ്ഞുൾപ്പെടെ മരിച്ച സംഭവത്തിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ച് മധ്യപ്രദേശ് സർക്കാർ. മലിനജലം ഉപയോഗിച്ച 32 പേർ ഇപ്പോഴും ICU-വിൽ. ആകെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 294 പേരെ. 10 പേർ മരിച്ചെന്ന് ഇൻഡോർ മേയർ. 4 മരണം മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂവെന്ന മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ പ്രതികരണം വിവാദമായി. മുസ്ലിം ലീഗിനെതിരായ ആരോപണങ്ങൾ ആവർത്തിച്ചും മാധ്യമപ്രവർത്തകനെതിരായ തീവ്രവാദി അധിക്ഷേപ പരാമർശത്തെ ന്യായീകരിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വാഗ്ദാനങ്ങൾ നൽകി കൂടെ നിർത്തിയ ശേഷം മുസ്ലിം ലീഗ് SNDPയെ വഞ്ചിച്ചെന്ന ആരോപണം. പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന് എതിരാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കോളും. ഞാൻ മുസ്ലിം ലീഗ് എന്ന ആ രാഷ്ട്രീയ പാർട്ടി അവരോടൊപ്പം നടന്ന നമ്മളോർക്ക് അവർ നീതി തന്നില്ല എങ്കിൽ ആ നീതി സത്യസന്ധമായ കണക്ക് സൃതിയും ഞാൻ അവതരിപ്പിച്ചപ്പോൾ അവരെന്തിനെന്നെ കൊഞ്ഞനം കാട്ടണം? വെള്ളാപ്പള്ളിക്കെതിരെ CPI. ഒരു നിലക്കാത്ത തർക്കത്തിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. എല്ലാ മതനിരപക്ഷവാദികളെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളാപ്പള്ളിയുമായുള്ളൊരു നിലയ്ക്കാത്ത തർക്കത്തിൽ പോകുന്നത് രാഷ്ട്രീയമായി ഒരിക്കലും ബുദ്ധിപൂർവമല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമില്ല തർക്കത്തിൽ. CPIയുടെ നയം തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനല്ലെന്ന് ബിനോയ് വിശ്വം. NCP സംസ്ഥാന ഘടകത്തിൽ വീണ്ടും നേതൃമാറ്റത്തിന് കളമൊരുങ്ങുന്നു. സംസ്ഥാന അധ്യക്ഷനെ മാറ്റുന്നതുൾപ്പെടെ ആലോചിക്കാൻ നേതാക്കളെ നാളെ മുംബൈക്ക് വിളിപ്പിച്ച് ദേശീയ നേതൃത്വം. PC ചാക്ക അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്ന നിലപാടിൽ ഒരു വിഭാഗം. കോഴിക്കോട്ടെ NCP പ്രവർത്തകന്മാർ എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളിൽ ദേശീയ നേതൃത്വത്തിൻ്റെ അന്തിമ തീരുമാനം ശിരസാ വഹിച്ചുകൊണ്ട് സത്യസന്ധമായി പ്രവർത്തിച്ചു പോകുന്ന പാരമ്പര്യമുള്ള നല്ല കരറുറപ്പുള്ള പ്രവർത്തകന്മാരുടെ പാർട്ടിയാണ് കോഴിക്കോട്ടെ NCP. അതുകൊണ്ട് പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതിനപ്പുറം ആരും ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല, അവർ പറയുകയില്ല. ഞാൻ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് എൻ്റെ കാര്യം ഞാനല്ല തീരുമാനം, എൻ്റെ കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എലത്തൂർ സീറ്റിൽ ആര് മത്സരിക്കണം എന്നതിനെ ചൊല്ലി NCP-യിൽ തർക്കം തുടരുന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വതന്ത്രന് CPM 50 ലക്ഷം രൂപ കോഴ നൽകിയെന്ന ആരോപണത്തിൽ പ്രതിഷേധം ഘടിപ്പിച്ച് കോൺഗ്രസ്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം.
ഇത് രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയും ജനാധിപത്യത്തിന് വിരുദ്ധമായൊരു നടപടിയാണ് അവിടെ ഉണ്ടായത്. അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ലീഗ് സ്വതന്ത്രൻ വോട്ട് ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ട്. 50 ലക്ഷത്തിൻ്റെ വോയിസ് വന്നിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞങ്ങൾ നേരിടാമെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തിരുവനന്തപുരം RCCയിലെ നിയമനക്രമക്കേട് ആരോപണത്തിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിന് സസ്പെൻഷൻ. പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തൽ. അന്വേഷണത്തിന് 5 അംഗ സമിതിയെ നിയോഗിച്ചു. RCCയിലെ നിയമനക്രമക്കേട് പുറത്തുവിട്ടത് 24. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിക്ക് സീറ്റ് നൽകരുത് എന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ജനസമ്മതനായ പ്രാദേശിക നേതാവിനെ പരിഗണിക്കണമെന്ന് ആവശ്യം. ML അശ്വിൻ്റെ പേര് വരികയാണെങ്കിലോ സംസ്ഥാനവോ അല്ല നാഷണൽ കമ്മിറ്റിയോ ആ പേര് പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആ ഒരു സ്ഥിതി പാർട്ടി കൊണ്ടുവന്നിട്ടില്ല. പാർട്ടിയുടെ നിയമപ്രകാരം എന്ന് വെച്ചാൽ പാർട്ടിയുടെ സിസ്റ്റം പോകുന്നുള്ളത് ഇത് തിരഞ്ഞെടുപ്പ് വരാനാവുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ വോട്ട് ചോരാൻ കാരണം ജില്ലാ പ്രസിഡന്റിന്റെ ഏകാധിപത്യ നടപടികളെന്നും ആരോപണം. മറ്റു വാർത്തകളിലേക്ക്. BJPയുടെയും ഹിന്ദുത്വ സംഘടനകളുടെയും പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ബംഗ്ലാദേശ് താരത്തെ ഒഴിവാക്കാൻ IPL ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നിർദ്ദേശം നൽകി BCCI. ലേലത്തിലൂടെ 9.2 കോടിക്ക് സ്വന്തമാക്കിയ മുസ്തഫിസുർ റഹ്മാനെയാണ് KKRന് കൈവിടേണ്ടി വരുന്നത്. BJP സമ്മർദ്ദത്തിന് വഴങ്ങി BCCI. ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ IPLൽ കളിപ്പിക്കില്ല. താരത്തെ ഒഴിവാക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന് നിർദ്ദേശം നൽകിയെന്ന് BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ. To release one of their player, Mustafizur Rahman of Bangladesh, from their squad, and BCCI has also said that if they ask for any replacement, BCCI is going to allow that replacement. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിനും ഉടമ ഷാരൂഖ് ഖാനുമെതിരായ BJPയുടെയും ഹിന്ദു സംഘടനകളുടെയും പ്രതിഷേധം. ഹിന്ദുക്കൾക്കെതിരായ അതിക്രമം ഷാരൂഖ് കണ്ടില്ലെന്ന് നടിക്കുന്നെന്നും മനഃപൂർവ്വം ബംഗ്ലാദേശ് താരത്തെ ടീമിൽ എടുത്തെന്നും ആരോപണം. BJP നേതാവ് സംഗീത് സോം ഒന്നുകൂടി കടുപ്പിച്ച ഷാരൂഖിനെ ചതികനെന്നും അധിക്ഷേപിച്ചു. എന്നാൽ ഷാരൂഖിന്റെയും KKRന്റെയും ഭാഗത്ത് തെറ്റില്ലെന്നും BJP നിയന്ത്രിക്കുന്ന BCCI തന്നെയല്ലേ ബംഗ്ലാദേശ് താരത്തെ ലേലത്തിൽ ഉൾപ്പെടുത്തിയതെന്നും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തിരിച്ചടിച്ചിരുന്നു. 9.2 കോടിക്കാണ് KKR മുസ്തഫിസുറിനെ സ്വന്തമാക്കിയത്. ഇനി ലേലപ്പട്ടികയിൽ നിന്ന് മറ്റൊരു താരത്തെ പകരക്കാരനായി കണ്ടെത്തേണ്ടി വരും. സ്പോർട്സ് ഡെസ്ക് 24. ഉത്തർപ്രദേശിൽ പിഞ്ചു കുഞ്ഞിനോട് കൊടും ക്രൂരത. 6 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗത്തിന് ശേഷം വീടിന്റെ ടെറസിൽ നിന്ന് എറിഞ്ഞു കൊലപ്പെടുത്തി. കേസിലെ 2 പ്രതികളെയും പോലീസ് ഏറ്റുമുട്ടലിലൂടെ പിടികൂടി. ബുലന്ദ്ഷഹറിലെ സിക്കന്ദരാബാദിലാണ് രാജ്യത്തെ നടുക്കിയ സംഭവം. വീടിന്റെ മുകളിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ കാണാതായതോടെ മാതാപിതാക്കൾ നടത്തിയ തെരച്ചിലാണ് കെട്ടിടത്തിന്റെ പുറകുവശത്ത് ആളൊഴിഞ്ഞ സ്ഥലത്തു നിന്നും മൃതദേഹം കണ്ടെത്തുന്നത്. കുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യമായ മാതാപിതാക്കൾ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ താമസിക്കുന്ന രാജു, വീരു കശ്യപ് എന്നിവരെ സംശയമുള്ളതായി കുട്ടിയുടെ മാതാപിതാക്കൾ മൊഴി നൽകി. പ്രദേശത്തെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന പ്രതികൾ തെരച്ചിലിനെത്തിയ പോലീസ് സംഘത്തിന് നേരെ വെടിയുതിർത്തു. 2 പ്രതികളെയും കാലിൽ വെടിവെച്ചിട്ട പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചതായും ഇരുവർക്കുമെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയതായും പോലീസ് അറിയിച്ചു. 24 ഡൽഹി. തൃശൂർ മട്ടത്തൂർ പഞ്ചായത്തിലെ വിമതരോട് നിലപാട് കടുപ്പിച്ച് KPCC. BJP പിന്തുണയിൽ വിജയിച്ച പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കാൻ നിർദ്ദേശം. DCCക്ക് വീഴ്ച സംഭവിച്ചെന്ന വിമതരുടെ ആരോപണവും KPCC തള്ളി. പാർട്ടി തീരുമാനം വിമതർ ഭാഗികമായി അംഗീകരിച്ചു. മട്ടത്തൂർ പഞ്ചായത്തിലെ BJP പിന്തുണ കോൺഗ്രസിനുണ്ടാക്കിയ തലവേദന ചെറുതല്ല. തുടർന്നാണ് പ്രശ്നപരിഹാരത്തിന് റോജി M. ജോൺ MLAയെ KPCC നിയോഗിച്ചത്. അനുനയ ഫോർമുല ഇങ്ങനെ: BJP പിന്തുണയിൽ വിജയിച്ച എല്ലാവരും രാജിവെക്കണം. TM ചന്ദ്രൻ അടക്കമുള്ളവർ തെറ്റുതിരുത്തണം. DCCക്ക് KPCC പൂർണ്ണ പിന്തുണയും നൽകി. ഈ സ്ഥാനങ്ങളിലേക്ക് വിജയിച്ച ആളുകൾ, പ്രത്യേകിച്ച് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ വിജയിച്ച ആളുകൾ ആ സ്ഥാനം ഒഴിയണം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. KPCC എടുത്ത നിലപാട് തന്നെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും കൈക്കൊണ്ടിട്ടുള്ളത്. DCC പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ KPCCയും പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായല്ലെങ്കിലും KPCC തീരുമാനം വിമതർ അംഗീകരിച്ചു.
വൈസ് പ്രസിഡന്റ് തിങ്കളാഴ്ച രാജിവെക്കും. സ്വതന്ത്രയായ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമില്ല. പോസിറ്റീവായ രീതിയിലാണ് ഇതുവരെയുള്ള ചർച്ചകൾ നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ KPCC നേതൃത്വം എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം BJP പിന്തുണയിൽ ജയിച്ച കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മാത്രം രാജിവെച്ചാൽ മതിയെന്നായിരുന്നു ഫോർമുല. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നിലപാട് കടുപ്പിച്ചതോടെയാണ് വിമതർക്ക് പൂർണ്ണമായും വഴങ്ങേണ്ടെന്ന തീരുമാനത്തിൽ KPCC എത്തിയത്. 24 തൃശൂർ. തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPIM കോഴ വാഗ്ദാനം ചെയ്തു എന്ന ശബ്ദരേഖയിൽ വിവാദം തുടരുന്നു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ലീഗ് സ്വതന്ത്രനായി ജയിച്ച EU ജാഫറിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് 50 ലക്ഷം രൂപ LDF കോഴ നൽകിയെന്ന ആരോപണത്തിലാണ് കോൺഗ്രസ് സമരമുഖം തുറന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ബാരിക്കേഡുകൾ തകർത്തതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. റോഡടച്ചുള്ള സമരത്തിൽ പ്രതിഷേധവുമായി വഴിയാത്രക്കാരും രംഗത്തെത്തിയത് വാക്കേറ്റത്തിന് ഇടയാക്കി. കോഴാരോപണത്തിൽ CPIM MLA MPമാരുടെ ഉൾപ്പെടെ വിശദമായ അന്വേഷണം വേണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാർജറ്റ്. ലീഗ് സ്വതന്ത്രൻ വോട്ട് ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ട്. 50 ലക്ഷത്തിന്റെ വോയിസ് വന്നിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞങ്ങൾ നേരിടാമെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? അതേസമയം EU ജാഫർ 24 നടത്തിയ വിശദീകരണം പച്ചക്കളമെന്ന് വരവൂർ മണ്ഡലം പ്രസിഡന്റ് A മുസ്തഫ. 72 വാർഡിലെ ജനങ്ങൾ UDF വിജയിപ്പിക്കുന്നതിന് വേണ്ടി വടക്കാഞ്ചേരി ബ്ലോക്ക് UDF വരണമെന്ന് 72 വാർഡിലെ ജനങ്ങൾ അവരെയാണ് ഇപ്പം പറ്റിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് അനിൽ അക്കര നൽകിയ പരാതിയിൽ അന്വേഷണം സാധ്യമോ എന്ന് പരിശോധിക്കുകയാണ് വിജിലൻസ്. 24 തൃശൂർ. തിരുവനന്തപുരത്തെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 6ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. തിരുവനന്തപുരം MG റോഡ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരം അമൃത നായർ ഉദ്ഘാടനം നിർവഹിച്ചു. രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരായ സമീർ സാലിഖ്, ഷാൻ സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി 3 മുതൽ 5 വരെ നിരവധി ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്. പവന് 1000 രൂപയുടെ കുറവ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. അധ്യാപക നിയമനത്തിന് കേട്ടറ്റ് നിർബന്ധമാക്കിയ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് മരവിപ്പിച്ചു. അധ്യാപക സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് സർക്കാർ നടപടി. സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കേട്ടറ്റ് പരീക്ഷയ്ക്ക് ശേഷം വീണ്ടും വ്യക്തത വരുത്തി ഉത്തരവിറക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. സർക്കാർ അനുകൂല അധ്യാപക സംഘടനകളുടെ കൂടി പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് കേട്ടറ്റ് നിർബന്ധമാക്കി ഉത്തരവിറക്കി 2ാം ദിവസം അത് മരവിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത്. സർവീസിലുള്ള അധ്യാപകർക്ക് സ്ഥാനക്കയറ്റത്തിനടക്കം കേട്ടറ്റ് നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകും. ജോലിയിൽ തുടരുന്ന അധ്യാപകർക്ക് യോഗ്യത നേടാനുള്ള പ്രത്യേക കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞ ശേഷം വീണ്ടും ഉത്തരവ് വ്യക്തത വരുത്തി ഇറക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കുന്നതാണ്. എന്നാൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് കേട്ടറ്റ് നടപ്പിലാക്കുന്നത്. കേട്ടറ്റ് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിനെതിരെ റിവ്യൂ പെറ്റീഷൻ ഉടൻ ഫയൽ ചെയ്യുന്നതാണ്. അതിനായി അഫിഡവിറ്റ് തയ്യാറാക്കി അഡ്വക്കേറ്റ് ജനറലിന് കൈമാറിയിട്ടുണ്ട്. 4000-ലധികം അധ്യാപകരുടെ ജോലിയെയും പ്രൊമോഷനെയും ബാധിക്കുന്നതായിരുന്നു ഉത്തരവ്. അധ്യാപകരുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നത് അനുഭവ സമ്പത്ത് കൂടി പരിഗണിച്ചാണ്. അനുഭവ സമ്പത്തുള്ളവരെ പിരിച്ചുവിടുന്നത് ഗുണനിലവാരം തകർക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 3 മാസത്തിനിടെ ഇറങ്ങിയ 74 അധ്യാപക നിയമനത്തിനുള്ള PSC നോട്ടിഫിക്കേഷനിലും കേട്ടറ്റിൽ ഇളവ് നിലനിർത്തിയിട്ടുണ്ട്. സർക്കാർ ഉത്തരവ് മരവിപ്പിച്ചെങ്കിലും PSCയിൽ അപേക്ഷകൾ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ഇനി ശബരിമല വാർത്തയിലേക്കാണ്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള എരുമേലി പേട്ടത്തുള്ളലിനായി ആലങ്ങാട്ട് യോഗത്തിന്റെ പേട്ടപ്പുറപ്പാട് ചെമ്പോല കളറിയിൽ നിന്ന് ആരംഭിച്ചു. ജനുവരി 10-ന് എരുമേലിയിൽ എത്തിച്ചേരുന്ന സംഘം 11-ന് പേട്ടത്തുള്ളും. ആലങ്ങാട് യോഗം പെരിയോൻ അമ്പാടത്ത് പ്രദീപ് മേനോൻ നയിക്കുന്ന പേട്ടപ്പുറപ്പാടിന് മന്ത്രി പി രാജീവ് ഭദ്രദീപം കൊളുത്തി. ഈ റിപ്പോർട്ടോടുകൂടി പ്രൈം ടൈം പൂർത്തിയാവുകയാണ്.
രാജരാജ പാണ്ഡ്യൻ രാജവർമ്മ പന്തളം ഭരിച്ചിരുന്ന കാലത്ത് കരിമലയിൽ താമസിച്ചിരുന്ന തിരുമല നായിക്കന്റെ സഹായിയും തസ്കര പ്രമാണിയുമായ ഉദയനനും പടയാളികളും പന്തളം രാജ്യം ആക്രമിച്ച് കൊള്ളയടിച്ചു. കൊള്ളസംഘത്തെ തടയുന്നതിന് പന്തളത്ത് തമ്പുരാൻ ആലങ്ങാട്ട് തമ്പുരാന്റെ സഹായം അഭ്യർത്ഥിച്ചു. പിന്നീടുണ്ടായ യുദ്ധത്തിൽ ഉദയനനെ വധിക്കുകയും കൊള്ളസംഘത്തെ ഇല്ലാതാക്കുകയും ചെയ്തു. തുടർന്ന് അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഘവും എരുമേലിയിൽ ആനന്ദ നൃത്തമാടിയതാണ് ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലെന്ന് അറിയപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ആലങ്ങാട് യോഗം പേട്ടപ്പുറപ്പാട് ആലങ്ങാട് ചെമ്പോലക്കളരിയിൽ നിന്നും ആരംഭിച്ചു. ജനുവരി 11 ഉച്ചയ്ക്ക് അമ്പലപ്പുഴ പേട്ട കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ആകാശത്ത് വെള്ളി നക്ഷത്രം തെളിയുമ്പോൾ ആലങ്ങാട് യോഗത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ ആരംഭിക്കുകയാണ്. ആലങ്ങാട് യോഗം പെരിയോൻ അമ്പാടത്ത് പ്രദീപ് മേനോനാണ് പേട്ടപ്പുറപ്പാട് നയിക്കുന്നത്. എരുമേലിപ്പേട്ട പമ്പ സദ്യ സന്നിധാനത്ത് നടക്കുന്ന എഴുന്നള്ളിപ്പിന് എല്ലാ ഇതിനും ആലങ്ങാട് യോഗം പെരിയോൻ എന്ന നിലയിൽ ഞാൻ മുന്നേ അതിന് ചെമ്പോലക്കളിയുടെ എല്ലാ ഇതും ഞാൻ ഇവിടെ ആയിരിക്കും. ഞങ്ങൾ പേട്ടതുള്ളാം എല്ലാ കാര്യങ്ങൾക്കും നടത്തുന്നത്. ജനുവരി 11 ആകാശത്ത് വെള്ളി നക്ഷത്രത്തിനെ സാക്ഷിയാക്കി ആലങ്ങാട് യോഗം ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടത്തും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.